ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് കൂടിയ സമയത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നൊരു വിഷയത്തിൽ നിന്ന് അല്പം മാറി പുതിയൊരു കാര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. അതായത് ഒരു സമകാലീന വിഷയം നമ്മൾ പുറത്തെടുത്ത് ചിന്തിച്ചു. കഴിഞ്ഞ തവണ കേരളത്തിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മലയാളക്കരയിലെ ഒരു സോക്കോൾഡ് പ്രോഫറ്റ് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലതരം അഭിപ്രായങ്ങൾ വന്നു. അതിൻ്റെ പുറകിലാണ് നമ്മൾ ഈ വിഷയം സംസാരിച്ചു പോയത്. നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആ ഷോർട്ട് വീഡിയോ ഒന്ന് കാണിച്ചതിന് ശേഷം നമ്മൾ പുതിയ നിയമത്തിലെ പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. അതിനോടനുബന്ധിച്ച് പലവിധമായ കാര്യങ്ങൾ വിശുദ്ധന്മാർക്ക് തിരിയാൻ പാകത്തിന് പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഈ പറയപ്പെടുന്ന ആ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച് നമ്മുടെ കയ്യിലും വന്നതാണ്. അതായത് അവർ തന്നെ പ്രചരിപ്പിച്ചതാണെന്നുള്ളതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളാരും എവിടെയെങ്കിലും പോയി മുറിച്ചെടുത്തുകൊണ്ട് വന്നതൊന്നുമല്ല. എന്തായാലും അതിനകത്ത് അദ്ദേഹം പറയുന്ന ആ കാര്യങ്ങളെയൊക്കെ നമ്മൾ അത്യാവശ്യം ഒന്നിങ്ങനെ വിശകലനം ചെയ്ത് പോവുകയായിരുന്നു. കൂട്ടത്തിലങ്ങ് മലബാറിലുള്ളൊരു സഹോദരൻ ശ്രീമാൻ CP റാഷിദ് എന്ന് പറയുന്ന അദ്ദേഹവും അത്യാവശ്യം പ്രവചിച്ചിരുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനത്തിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. അതുപോലെ 2014 ലോക്സഭാ ഇലക്ഷനോടുള്ള ബന്ധത്തിൽ എല്ലാ സ്ഥലത്തും ആളുകളിരുന്ന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത മുന്നണിയാണ് ഭരണത്തിലേക്ക് വന്നത്. അതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള പ്രവാചകന്മാരാരും ഒന്നും പ്രവചിച്ച് കണ്ടില്ല. അപ്പം ഈ പറയപ്പെട്ട പ്രവചനത്തെക്കുറിച്ചും എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. പ്രവാചകനെന്ന് പറയപ്പെടുന്ന വ്യക്തി അത്യാവശ്യം ഗ്രഹപാഠമൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത ഇലക്ഷനോടൊക്കെയുള്ള ബന്ധത്തിൽ എന്താ സംഭവിക്കുന്നതെന്നുള്ളതൊക്കെ മുൻകൂട്ടി അത്യാവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. സാറ് തന്നെ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നുള്ളത് ആർക്കും പറയാം, ആർക്കും പ്രവചിക്കാം. കാരണം ഇവിടെ ഒരു രീതി അനുസരിച്ച് കഴിഞ്ഞ ടൈമിലെ ഓപ്പോസിഷൻ ലീഡർ തന്നെയായിരിക്കണം അടുത്ത ടൈമിലെ ചീഫ് മിനിസ്റ്ററായിട്ട് വരാൻ. അവരുടെ പാനലിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടൊക്കെയാണ് ആ കാര്യങ്ങളെ അവർ പറഞ്ഞത്. എനിവേ, അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പിന്നാലെ വരാം. നമ്മൾ ഈ മെസ്സേജൊക്കെ പറഞ്ഞ് റെക്കോർഡ് ചെയ്യപ്പെട്ട മെസ്സേജ് യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം മറ്റൊരു സഹോദരൻ്റെ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് രംഗത്ത് വന്നു. ഇത് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിന് ഇന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ. നമ്മൾ പറഞ്ഞ മെസ്സേജ് വളരെ കുറച്ച് ആളുകളെ കേട്ടിട്ടുള്ളൂ. എന്നാൽ ആ വീഡിയോ ഒത്തിരി ആളുകൾ ശ്രദ്ധിച്ചു. അതിൽ അദ്ദേഹത്തിൻ്റെ നിലയിൽ തീർത്ത് പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു വേള ഇത് മാനിപ്പുലേറ്റ് ചെയ്താകാം, അല്ലെങ്കിൽ അദ്ദേഹം ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞതാകാം. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയില്ല എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് തന്നെയാകാനാണ് സാധ്യത എന്നുള്ളതാണ്. നമ്മൾ ആ കാര്യത്തിൻ്റെ വിശകലനത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യം ഇത്രയേ ഉള്ളൂ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും പറയാനും ഒക്കെ ആയിട്ട് സാധിക്കും. അതിന് ചില പഴയ നിയമ ഭാഗങ്ങളും ചില പുതിയ നിയമ ഭാഗങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതായത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നും അതുപോലെ തെസ്സലോനിക്ക ലേഖനത്തിൽ നിന്നും ഒക്കെ ചില സൂചനകൾ നമ്മൾ പറഞ്ഞു. ഭോഷ്കിൻ്റെ ആത്മാവിനെ ദൈവം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രവാചകൻ പറയുന്ന കാര്യങ്ങൾ ഒത്തുവരണം. അത് ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യങ്ങളിലുണ്ട്. ഇനി അങ്ങനെ ഒത്തു വന്നില്ലെങ്കിൽ അവൻ യഹോവയാൽ അയക്കപ്പെട്ടവനല്ലെന്ന് വരും. ഇനി അടുത്തൊരു ഭാഗത്ത് ആവർത്തനം 13-മായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഇനി പറയുന്ന കാര്യങ്ങൾ ഒത്തുവന്നാലും അവൻ നിന്റെ ദൈവമായ യഹോവയിൽ നിന്ന് അകറ്റിക്കളയുന്നത് കൊണ്ട് അവനെ കല്ലെറിയണമെന്നുള്ളതാണ് ആ പഴയ നിയമഭാഗത്തിൻ്റെ സൂചന. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. എനിവേ, ഈ മെസ്സേജ് യൂട്യൂബിലൊക്കെ പോയതിന് ശേഷം അവിടെ ധാരാളം കമൻസ് വന്നു. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിരുന്നു. അവിടെയും ആളുകൾ ധാരാളം വന്ന് കമൻസൊക്കെ രേഖപ്പെടുത്തി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലൊക്കെ ആളുകൾ കമൻസ് രേഖപ്പെടുത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യമുണ്ട്. അതായത് വലിയ പങ്ക് ആളുകൾക്കും പഴയ നിയമ പ്രവചനവും പുതിയ നിയമ പ്രവചനവും തമ്മിലുള്ള അന്തരം പിടികിട്ടുന്നില്ല.
പഴയ നിയമത്തിൽ ധാരാളം പ്രവാചകന്മാരുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമസഭയിൽ അപ്പോസ്തലൻ, പ്രവാചകൻ എന്ന് പറഞ്ഞാണ് ശുശ്രൂഷാ ഗണത്തെക്കുറിച്ച് പറയുന്നത്. നമ്മൾ വചനം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നത് പഴയ നിയമ പ്രവാചകന്മാരുടെ ശുശ്രൂഷകളാണ്. അതിൽ തന്നെ വിശേഷപ്പെട്ട വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ എന്നൊക്കെ പറയുന്ന വലിയ പ്രവാചകന്മാർ. അതുപോലെ പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും നമ്മുടെ മുമ്പിലുള്ള വിശ്രുതന്മാരായ ചില പ്രവാചകന്മാരുണ്ട്, ഏലിയാവും ഏലീശയൊക്കെ. അവരെക്കുറിച്ചൊക്കെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ അറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പുതിയ നിയമ പ്രവചനം എന്നുള്ള കാര്യത്തിന് ഈ പഴയ നിയമ പ്രവാചകന്മാരുടെ രീതികളെയാണ് അവലംബിക്കുന്നത്. അവിടെ നിന്ന് പല കാര്യങ്ങളും നമുക്ക് എടുക്കാമെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ല നമ്മൾ എടുക്കുന്നത്. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ ഇസ്രായേലിനെ നമ്മളൊരു രാഷ്ട്രം എന്ന നിലയിലാണ് കാണുന്നത്. ആ രാഷ്ട്രത്തിന് രാജാവുണ്ട്, അവർക്ക് ആരാധനയ്ക്ക് ചട്ടങ്ങളും പ്രമാണങ്ങളും കൊടുത്തിട്ടുണ്ട്. അവർക്ക് ലഭിക്കപ്പെട്ട ചട്ടങ്ങൾക്കും പ്രമാണങ്ങൾക്കും അനുസരിച്ച് അവരുടെ ഇടയിൽ നിന്ന് പുരോഹിതന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ പുരോഹിതന്മാർ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് ധൂപം കാണിക്കുന്നതും യാഗം അർപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അവർക്ക് കൊടുത്തിട്ടുള്ള പ്രമാണപ്രകാരം അവർ ജീവിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ്. എന്നാൽ അവർ പ്രമാണത്തിൽ നിന്നൊക്കെ വഴുതിപ്പോയി അവർക്ക് ബോധിച്ചതുപോലെ നടക്കാൻ ആരംഭിച്ച സമയത്ത് ദൈവം തൻ്റെ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയാണ്. ശമൂവേൽ മുതൽ മറ്റ് ഇതര പ്രവാചകന്മാരെ എല്ലാം നമ്മൾ പഴയ നിയമത്തിൽ കാണുകയാണ്. അവരെല്ലാം അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ ശുശ്രൂഷകളാണ് നമ്മൾ ഏറിയ പങ്കും കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ ആഴത്തിൽ ഈ വിഷയം പഠിച്ചു വരുമ്പോൾ പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറിയ പങ്കും പ്രവാചകന്മാർ എഴുതിയ പുസ്തകങ്ങളാണ്. ഏതെങ്കിലും മഹാപുരോഹിതൻ എഴുതിയ പുസ്തകം പഴയ നിയമത്തിലുണ്ടോ? പുരോഹിതന്മാരെഴുതിയ പുസ്തകങ്ങളും അങ്ങനെയില്ല. ഏറിയ പങ്കും പ്രവാചകന്മാരാലുള്ള എഴുത്തുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുപോലെ എസ്ര എന്ന ന്യായശാസ്ത്രിയുണ്ട്, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട്, നെഹമ്യാവുണ്ട്. അങ്ങനെ ചിലരെയൊക്കെ മാറ്റി നിർത്തിയാൽ ഏറിയ പങ്കും പ്രവാചകന്മാരാണ് ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ ശുശ്രൂഷകളും രീതികളും ഒക്കെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അവരവരുടെ രാജാക്കന്മാരോട് പ്രവചിച്ചു, ഇസ്രായേൽ സമൂഹത്തെ കറക്റ്റ് ചെയ്യാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അത് മാത്രമല്ല, ചുറ്റുപാടുമുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അരാമുണ്ട്, മിസ്രൈമുണ്ട്, ബാബേലുണ്ട്, അങ്ങനെ പല രാജ്യങ്ങളും. ഈ രാജ്യങ്ങളോടൊക്കെയുള്ള ബന്ധത്തിൽ അവർ പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാം. അവരവരോട് പ്രവചിച്ചതും അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു പുതിയ നിയമ പ്രവാചകൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അവിടെ അവർ രാജാക്കന്മാരോട് ദൂത് പറഞ്ഞു, രാജ്യങ്ങളോട് ദൂത് പറഞ്ഞു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ എത്ര അപ്പോസ്തലന്മാരാണ് രാജാക്കന്മാരോട് പോയി ആ നിലയിൽ ദൂത് പറയാൻ പോയിട്ടുള്ളത്? അതായത് ചില പ്രത്യേക സാഹചര്യത്തിൽ അവർ ഭരണാധികാരികളുമായി ബന്ധപ്പെടേണ്ടി വരുമ്പോൾ അവിടെ ഇവർ സംസാരിച്ചിട്ടുണ്ട്. നിശ്ചയമായും പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് അവിടെ ഫേലിക്സിനോടും പിന്നത്തേതിൽ ഫെസ്തോസിനോടും അഗ്രിപ്പാവോടും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഫിലിപ്പിയിലെ കാരാഗ്രഹത്തിൽ കിടന്ന സമയത്ത് ജയിലറോട് സുവിശേഷം പറയുന്നു. ജയിലർ മാനസാന്തരപ്പെട്ടു വരുന്നു. അല്ലാതെ ജയിലർ അടുത്ത പ്രൊമോഷനിലേക്ക് പോകുന്നുള്ള കാര്യമൊന്നും അല്ല പുള്ളിയോട് പറഞ്ഞത് നിർമ്മലമായ സുവിശേഷമാണ്. ആ കേൾക്കപ്പെട്ട സുവിശേഷം കാരാഗ്രഹ പ്രമാണിയുടെ ഹൃദയത്തെ ഉഴുതുമറിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നമ്മൾ എഫേസ് ലേഖനം തുറന്നു വെച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറഞ്ഞ് വളരെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോയില്ല. ഓരോ വാക്യങ്ങളും എടുത്ത് വിശദീകരിക്കാനല്ല ശ്രമിച്ചത്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നമ്മുടെ മുമ്പിലുണ്ട് 5 വിധ ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് അവരുടെ ഉത്തരവാദിത്വം എന്താണ്, അവരുടെ ഉദ്യോഗം എന്താണെന്നുള്ളതാണ് അതിൻ്റെ 12 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളിലുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമായിരുന്നു. ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കാം. അങ്ങനെ കാറ്റുകൾ അടിക്കുമ്പോൾ ജനം പാനിക്കായി പോകാൻ സാധ്യതയുണ്ട്, വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അവരെ വിശ്വാസത്തിൻ്റെ ഐക്യതയിൽ നിർത്തിക്കൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ആ നിലയിൽ പ്രവാചകന്മാർ പരിശ്രമിക്കണം. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ 1-ാം യെരുശലേം സിനഡിനോടുള്ള ബന്ധത്തിൽ അഥവാ കൗൺസിലിനോടുള്ള ബന്ധത്തിൽ കണ്ട കാര്യം ഇതാണ്. കൗൺസിലൊക്കെ കഴിഞ്ഞതിന് ശേഷം യെരുശലേമിൽ നിന്ന് അന്ത്യോക്യയിലെ സഭയിലേക്ക് 2 പ്രിയപ്പെട്ടവരെ അയക്കുകയായിരുന്നു. അങ്ങനെ ആ അയക്കപ്പെട്ട 2 പേരും
പ്രവാചകന്മാരാകൊണ്ട് അവർ വചനത്താൽ അവരെ ഉപദേശിച്ചു, ബലപ്പെടുത്തി, അവരെ ഉറപ്പിച്ചു പോന്നു എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം മുൻനിർത്തി നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ? പുതിയ നിയമ പ്രവാചകന് നല്ല വചന നിശ്ചയം ഉണ്ടായിരിക്കണം. അവർ വചനത്തിലൂടെയാണ് സഭയെ ശുശ്രൂഷിക്കുന്നത്, ദൈവവചനത്തിലൂടെയാണ് സഭയെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ തന്നെ അവർ പ്രവചനം പറയില്ലേ? സംഭവിക്കാനുള്ള കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആത്മീയ വർധനവിനോടുള്ള ബന്ധത്തിൽ സഭയുടെ ദൗത്യവുമായി ബന്ധപ്പെട്ട്, അതായത് സഭ പോർക്കളത്തിലാണ്. അവിടെയാണ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് പോരാട്ടമുണ്ടെന്ന്. അപ്പോൾ പോർക്കളത്തിൽ നിൽക്കുന്ന ആ സമൂഹത്തിന് യുദ്ധതന്ത്രങ്ങൾ അഭ്യസിപ്പിക്കുകയും അവരെ ആവക വിഷയങ്ങളിൽ അവർക്ക് വേണ്ടുന്നതായ ബോധ്യവും കൈത്താങ്ങലും ഒക്കെ കൊടുക്കുന്ന ഉത്തരവാദിത്വമാണ് പ്രവാചകനുള്ളത്. അതല്ലാതെ നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾ പ്രവാചകന്മാരെ ആകട്ടെ അപ്പോസ്തലന്മാരെ ആകട്ടെ ഇവരാരും റോമൻ കൈസറുമായിട്ട് ചങ്ങാത്തം കൂടിയതോ കൈസർക്ക് അടുത്ത മാസം ഇന്നിന്ന കാര്യങ്ങളെല്ലാം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇന്നിന്ന പുരോഗതി ഉണ്ടാകുന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് അവരാരും പരിശ്രമിച്ചില്ല. അവർ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ട് ചുറ്റോട് ചുറ്റും സഞ്ചരിച്ചു. ഭരണാധികാരികൾ അവരെ ഞെരുക്കുകയായിരുന്നു സത്യത്തിൽ ചെയ്തത്. ഭരണാധികാരികൾ അവരെ ഞെരുക്കുകയാണ് ചെയ്തത്, അല്ലാതെ അവർക്ക് വേണ്ടത് സപ്പോർട്ട് കൊടുക്കുകയല്ല ചെയ്തത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, ലോകം തള്ളിയ കല്ലാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന മൂലക്കല്ലെന്ന് പറയുന്നത്. അങ്ങനെ ഒരു കല്ലിനടുക്കിലേക്ക് നിങ്ങളും വന്നാൽ ജീവൻ ലഭിക്കും. പക്ഷെ ലോകം തള്ളിയതും ലോകം നിന്ദിച്ചതും ലോകം പരിഹസിച്ചതുമായ ആ മൂലക്കല്ലിനടുക്കിലേക്ക് സധൈര്യം ഒരു വ്യക്തിക്ക് അങ്ങനെ കടന്നു വരാൻ കഴിയുമോ? കുലീനനായ തറവാടിയായ ആഢ്യത്യമുള്ള ഒരുത്തനങ്ങനെ ഓടി വരാൻ പറ്റില്ല. ഈ തള്ളപ്പെട്ട മൂലക്കല്ലിനോട് ചേർന്ന് നടക്കുന്ന ആരാ? ഒരു പറ്റം മുക്കുവന്മാരും സമൂഹത്തിൽ ആരാലും അറിയപ്പെടാത്തതും ഒക്കെ ആയ ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ മേൽപ്പറഞ്ഞ പദങ്ങളൊക്കെ ഉപയോഗിച്ചത്. അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സംഘമായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പേരൊക്കെ രംഗത്തിറങ്ങി വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ രംഗത്തിറങ്ങി വന്ന ആളുകൾക്ക് ചുറ്റോട് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് പൂച്ചണ്ടൊന്നും ലഭിച്ചതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതിനുള്ള സാധ്യത അന്ന് വളരെ കുറവായിരുന്നു. കാരണം അന്ന് സഭ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പീഡനത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവസഭ പീഡനങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയും ഒക്കെയാണ് കടന്നുപോയത്. നിശ്ചയമായും ദൈവസഭയുടെ ഭാഗമായ ശുശ്രൂഷ വൃന്ദത്തിൽ രണ്ടാമത് നമ്മൾ കാണുന്ന കൂട്ടരാണ് പ്രവാചകന്മാർ. അവരെല്ലാം ഈ കഷ്ടം സഹിച്ചിട്ടുണ്ടാവുമല്ലോ. നിശ്ചയമായി അവരെല്ലാം ഈ കഷ്ടം സഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത മെസ്സേജിനടിയിലൊക്കെ വന്ന ആളുകൾ കമൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ദാനിയേൽ നെബൂഖദ്നേസറിനോട് പ്രവചിച്ചു, അതുപോലെ ഇരമ്യാവ് പ്രവചിച്ചു, അതുപോലെ മറ്റ് പ്രവാചകന്മാർ പ്രവചിച്ചു എന്നൊക്കെയാണ് ഇവരെല്ലാം പറയുന്നത്. ഇവരാരും പുതിയ നിയമത്തെക്കുറിച്ചൊരു ചിന്ത പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അപ്പോസ്തലനിൽ പ്രവാചകനും സുവിശേഷകനും ഇടയനും ഉപദേഷ്ടാവും എല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ അപ്പോസ്തലന്മാരാരെങ്കിലും അല്ലെങ്കിൽ പേർ പറയപ്പെട്ട മറ്റ് പ്രവാചകന്മാരാരെങ്കിലും ഈ പറയപ്പെട്ട നിലയിൽ പ്രവചിച്ച് നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ നിലനിൽക്കുന്നു. അതേസമയം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു രാഷ്ട്രം എന്ന നിലയിൽ നിലനിൽക്കുന്നവരല്ല. അങ്ങനെ ഇവിടെ ഒരു അക്ഷരീകമായ രാഷ്ട്രമോ ഇടപാടുകളൊന്നുമില്ല. നമ്മൾ വന്നിരിക്കുന്ന ആത്മീയ ദൈവരാജ്യത്തിലാണ്. ആ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലെ ശുശ്രൂഷകരാണ് മേൽ പറയപ്പെട്ട അപ്പോസ്തലനും പ്രവാചകനും ഒക്കെ. അപ്പോൾ അവരുടെ ദൗത്യത്തെക്കുറിച്ച് എഫേസ്യ ലേഖനം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുമാത്രമല്ല, തുടർന്നുള്ള ലേഖനങ്ങളെല്ലാം നമ്മളെടുത്ത് പഠിക്കുമ്പോൾ പൗലോസ് ആകട്ടെ, തിമത്തിയോസ് ആകട്ടെ, തീത്തോസ് ആകട്ടെ, അപ്പല്ലോസ് ആകട്ടെ, പിന്നെ ആരാ, ബർണബാസ് ആകട്ടെ, ഇവരെല്ലാം അപ്പോസ്തലന്മാരാണ്. അവരും അപ്പോസ്തലന്മാരാണോ? നിശ്ചയമായും അവരെല്ലാം അപ്പോസ്തലന്മാരാണ്. അപ്പോൾ ഈ പറയപ്പെട്ടവരാരും പഴയ നിയമ പ്രവാചകന്മാരുടെ രീതിയിലല്ല ആക്ട് ചെയ്തത്. ശ്രദ്ധിക്കണം. ക്രിസ്തീയ സഭ ആരംഭിച്ച സമയത്ത് ശുശ്രൂഷാ വൃന്ദത്തിൽ വന്നിട്ടുള്ള അവർക്കൊന്നും ഒരു ബോധമില്ലാത്തവരാണോ? നമ്മുടെ അത്രയും ബുദ്ധിയില്ലേ അവർക്ക്? അവർക്കൊക്കെ അത്യാവശ്യത്തിന് ബോധമുണ്ട്. ശുശ്രൂഷയുടെ മാതൃകയാണ് അവരിലൂടെ വെളിപ്പെട്ട് വരുന്നത്. അതിനെയാണ് നമ്മൾ അപ്പോസ്തോലിക മാതൃക എന്ന് വിളിക്കുന്നത്. അപ്പോസ്തോലന്മാർ നമ്മുടെ മുമ്പിൽ നടന്നു കാണിച്ച, ശുശ്രൂഷിച്ച് കാണിച്ച ശുശ്രൂഷ രീതികൾ അപ്പോസ്തല പ്രവൃത്തിയിലും പിന്നീട് തുടർന്നുള്ള ലേഖനങ്ങളിലെല്ലാം അത് വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, പഴയ നിയമ പ്രവാചകന്മാരുടെ രീതിയിലല്ല നമ്മുടെ അപ്പോസ്തലന്മാരാകട്ടെ പ്രവാചകന്മാരാകട്ടെ അവരൊന്നും ആക്ട് ചെയ്തത്.
അവരെല്ലാവരും സുവിശേഷം അറിയിക്കുന്നവരായിരുന്നു. ഈ പറയപ്പെട്ട പ്രവാചകനെല്ലാം സുവിശേഷം അറിയിക്കുമായിരുന്നു. അവരെല്ലാം ജനത്തെ വചനം പഠിപ്പിക്കുമായിരുന്നു. അതുപോലെ സഭ ട്രാക്കിൽ നിന്ന് മാറുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രവാചകൻ കൈ ചൂണ്ടിച്ചെല്ലും. പ്രവാചക ദൗത്യത്തിലുള്ള കാര്യമല്ലേ കൈ ചൂണ്ടുക. അങ്ങനെ അവരെ കറക്റ്റ് ചെയ്യും. അതായത് കുഞ്ഞാടിൻ്റെ കാന്ത ആ പറ്റുമാനത്തിൽ നിന്നും എരിവിൽ നിന്നും ആ ഏകാഗ്രതയിൽ നിന്നും വഴി മാറിക്കഴിഞ്ഞാൽ ഉടനെ പ്രവാചകൻ രംഗത്ത് ചാടി വീഴും. ചാടി വീണ് ദൈവസഭയെ അലേർട്ട് ചെയ്യും, ഉത്സാഹിപ്പിക്കും, കാര്യങ്ങളെ ധരിപ്പിക്കും. അതാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. അതായത് മണവാളനായ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വിള്ളലുകളുണ്ടോ, ബന്ധത്തിനെ വിള്ളലുകളുണ്ടോ, ആ എരിവ് പഴയതുപോലെ ഇല്ലേ, ആ എരിവ് പഴയതുപോലെ ഉണ്ടോ, ആ കത്തലുണ്ടോ എന്നുള്ളതൊക്കെ പ്രവാചകന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ പ്രവാചകൻ അവരുടെ ഉള്ളത്തെ കത്തിക്കുകയാണ്. അതായത് നിരാശപ്പെട്ട് എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളം തണുത്തു പോയിരുന്നു അല്ലേ? അപ്പോൾ പ്രവാചകന്മാരോടുള്ള ബന്ധത്തിൽ അവർ ഈ തണുത്തു പോയവരുടെ ഉള്ളം കത്തിക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ കത്തിക്കുകയാണ്. അതെങ്ങനെയാണ് കത്തിക്കുന്നത്? അവരോട് തിരുവെഴുത്തിൽ നിന്ന് സംസാരിക്കും. തിരുവെഴുത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളം കത്തിക്കാളി എന്നല്ലേ നമ്മൾ ലൂക്കോസ് 24 വായിക്കുന്നത്. ഒരുവൻ നിരാശപ്പെട്ട് ട്രാക്കിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, അവർ യെരുശലേമിൽ നിന്നാണ് എമ്മൗസിലേക്ക് പോയത്. നോക്കണം, അവർ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയിരിക്കുകയാണ്. യെരുശലേം എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ ഓർമ്മയിൽ വരുന്നത്? അവിടെയാണ് അവർക്ക് സമാധാനം കിട്ടുന്ന ഇടം. അവിടെയാണ് അപ്പസ്തോലന്മാരുള്ളത് അല്ലേ? അവിടെയാണ് അപ്പസ്തോലികമായ ഉപദേശത്തിൻ്റെ ആ കേന്ദ്രമെന്ന് പറയുന്നത്. അതിൽ നിന്നാണ് അവർ അകന്നുപോയത്. തനിച്ചങ്ങ് പോവുകയാണ്, അകലം വിട്ടു പോയി. അപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തു അവരോട് ചേർന്ന് നടന്ന് അവരുടെ ഉള്ളം കത്തിച്ചായിട്ട് നമ്മൾ വായിക്കുന്നത്. ആ സെയിം ശുശ്രൂഷയാണ് പുതിയ നിയമ പ്രവാചകൻ്റെ ശുശ്രൂഷയും. മനസ്സിലാക്കുക, അതേ ശുശ്രൂഷ തന്നെയാണ് പുതിയ നിയമ പ്രവാചകൻ്റെയും ശുശ്രൂഷ എന്ന് പറയുന്നത്. സെയിം ശുശ്രൂഷ, വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ പ്രവാചകൻ വചനത്തിലൂടെ സംസാരിക്കണോ വേണ്ടയോ? നിങ്ങൾ ചിന്തിക്കുക. അപ്പോസ്തല പ്രവൃത്തി 15:32 നമുക്കൊന്ന് വായിക്കാം. യൂദായും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ചു ഉറപ്പിച്ചു. ഇതേ കാര്യം തന്നെയാണ് ഞാൻ ലൂക്കോസ് 24 മുൻനിർത്തി പറഞ്ഞത്. അവിടെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ഉള്ളിൽ ആ ഉറപ്പില്ല, ഏകാഗ്രതയില്ല, ഒരു നിരാശ അവരെ ബാധിച്ചിരുന്നു. അവർ കർത്താവിനോട് സംസാരിക്കുന്ന ഒരു സംസാരം തന്നെ കേട്ടില്ലേ? അതായത് ഈ ദേശത്ത് സംഭവിച്ച കാര്യങ്ങൾ നീ മാത്രം അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അവർ നിരാശപ്പെട്ടു പോയിരുന്നു. തിരുവെഴുത്തുകളെ തെളിയിച്ചുകൊണ്ടാണ് അവരുടെ ഉള്ളത്തെ കത്തിച്ചത്. തിരുവെഴുത്തുകളെ തെളിയിക്കുവാൻ പ്രാപ്തിയില്ലാത്ത ഒരുവനും പുതിയ നിയമത്തിൻ്റെ പ്രവാചകനല്ല. പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തേക്ക് ഓടിക്കേറി വരുന്നത് മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലാന്നുള്ളത് അതൊന്നും അല്ലെന്നേ. പ്രവാചകനെ കൊണ്ട് പല കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം സംസാരിപ്പിക്കും. എന്നാൽ വചനത്തിലൂടെയാണ് അവർ കൂടുതൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. സഭയെ ഉറപ്പിക്കുന്നതും സഭയെ തിരിക്കുന്നതും എല്ലാം വചനത്തിലൂടെയാണ്. ഇത് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. പ്രവാചകൻ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പഴയ നിയമ പ്രവാചകനിലേക്ക് ഓടിപ്പോകരുത്. പഴയ നിയമ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം വളരെ കഷ്ടങ്ങൾ സഹിച്ചവരാണ്. ഇന്ന് നമ്മുടെ ചുറ്റുമൊക്കെ നമ്മൾ കാണുന്ന സോക്കോൾഡ് പ്രവാചകന്മാരെല്ലാം വലിയ ധനാഢ്യന്മാരും സുഖലോലുപതയിൽ ജീവിക്കുന്നവരും അങ്ങനെ ലോകം ആദരിക്കുന്നവരും ഒക്കെയാണ് ഇന്നിൻ്റെ പ്രവാചകന്മാരെന്ന് പറയുന്നവർ. എന്നാലും നമ്മൾ ശരിക്കും വചനം പഠിച്ചു കഴിഞ്ഞാൽ പ്രവാചക ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പഴയ നിയമത്തിൽ നിന്നാകട്ടെ പുതിയ നിയമത്തിൽ നിന്നാകട്ടെ ഈ 5 വിധ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ കഷ്ടം സഹിക്കേണ്ടി വരുന്ന അവരായിരിക്കും. കാരണം പ്രവാചക ശുശ്രൂഷയ്ക്ക് അതിൻ്റേതായ മൂർച്ചയുണ്ട്, അതിന് വലിയ മൂർച്ചയുണ്ട്. അവരുടെ ശുശ്രൂഷയിൽ ഒരു അഭിഷേകം ചലിക്കും, അതിനകത്തൊരു അധികാരമുണ്ട്. ആ അധികാരത്തോടെ വന്ന് അവർ കൈ ചൂണ്ടുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ലെന്നേ. അങ്ങനെ ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ? അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഇവർ പിന്നെ എങ്ങനെയാണ് ധനാഢ്യന്മാരാകുന്നത്? ശരിക്കും പൈപ്പ് വെള്ളവും വേറെ ഏതെങ്കിലുമൊക്കെ സാധനം അവർക്ക് ശരിക്കും കിട്ടുകയുള്ളൂ. എന്നാലും നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഞാൻ പഴയ നിയമ പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. അവരിൽ ആരാ കഷ്ടം സഹിക്കാത്തവരുള്ളത്? വലിയ കഷ്ടങ്ങൾ സഹിച്ചല്ലേ അവർ മുന്നോട്ട് പോയത്. നമുക്ക് പ്രധാനപ്പെട്ട പ്രവാചകന്മാരിൽ ചിലരുടെ പേരൊന്ന് ചുമ്മാ നോക്കാം. യെശയ്യാവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യെശയ്യാവിനെ കുറിച്ച് പറയുന്നത് പഴയ നിയമത്തിലെ പൗലോസ് എന്നാണ്
യെശയ്യാവിനെ കുറിച്ച് പറയുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം എന്ന് പറയുന്നത് ഗംഭീര പ്രവചനമാണ്. യെശയ്യാവിൻ്റെ പ്രവചനങ്ങളിൽ ഏറിയ പങ്കും ഇസ്രായേലുമായി ബന്ധപ്പെട്ട്, അതുപോലെ വരാൻ പോകുന്ന 1000-ാം ആണ്ട് വാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ പ്രവചനത്തിൽ ഏറിയ പങ്കും ഉള്ളത്. ഏറിയ പങ്കും. അല്ലാത്ത കാര്യങ്ങളില്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടുമുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ധാരാളമുണ്ട്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചല്ലേ പറയുന്നത്. ക്രിസ്തുവിൻ്റെ മേൽ വരുന്ന പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് അടുത്ത വാക്യങ്ങളുണ്ടല്ലോ മുമ്പിൽ. അതുപോലെ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചപ്പോൾ ഇങ്ങനെ കണ്ടല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ ഭൂമിയുടെ ഫലം, ഫ്രൂട്ട് ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഫലം എന്ന് വിളിച്ചതും അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യെശയ്യാവ് 53-ാം അധ്യായത്തിൽ വരണ്ട നിലത്ത് ഇളയ തൈ പോലെ വളർന്നു വരുന്ന ഗോതമ്പിനെ കുറിച്ചൊക്കെ കണ്ടത് അതെല്ലാം ക്രിസ്തുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളാണ്. അതുപോലെ തന്നെ 1000-ാം ആണ്ട് വാഴ്ചയുമായി ബന്ധപ്പെട്ട അനവധി കാര്യങ്ങൾ ഇസ്രായേലിനെ മുൻനിർത്തിക്കൊണ്ട് യെശയ്യാവിൻ്റെ പ്രവചനങ്ങളിലൊക്കെയുണ്ട്. ഈ യെശയ്യാവിനെ കുറിച്ച് യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്ന പോലെ വിശ്വാസവീരന്മാരുടെ പട്ടിക പറഞ്ഞിങ്ങനെ താഴേക്ക് പോകുമ്പോൾ അവിടെ ഈർച്ചവാളിനാൽ അറുക്കപ്പെട്ടവരുടെ കാര്യം പറയുന്നുണ്ട്. അത് യെശയ്യാ പ്രവാചകനെ കുറിച്ചുള്ളതാണെന്നാണ് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് യെശയ്യാവിനെ കുറിച്ച്. അപ്പോൾ യെശയ്യാവ് എന്ന് പറയുന്ന ഭക്തനായ പ്രവാചകൻ രാജാക്കന്മാരോട് പ്രവചിച്ചു. യെശയ്യാവിൻ്റെ പ്രവചനകാലത്ത് 4-ലധികം രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവചിച്ചിരുന്നു. അദ്ദേഹം പ്രവചിച്ചിരുന്നത് തെക്കേ ദേശത്ത് അഥവാ യഹൂദയിലാണ് യെശയ്യാവ് പ്രവചിച്ചിരുന്നത്. അദ്ദേഹം പ്രവചിച്ച കാലത്ത് അവിടെ രാജാക്കന്മാരായി ഉണ്ടായിരുന്ന ഉസിയാവ്, യോഥാം, ആഹാസ്, യിഹെസ്കിയാവ് എന്നിവരുടെ കാലത്ത് അദ്ദേഹം യഹൂദയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനങ്ങളെക്കുറിച്ചും പ്രവചനങ്ങളെക്കുറിച്ചുമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട രാജാക്കന്മാരിൽ ഇച്ചിരി മര്യാദയുള്ളവൻ യിഹെസ്കിയാവ് മാത്രമേ ഉള്ളൂ. ഉസിയാവ് എന്ന് പറയുന്നവൻ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നുപോയി കുഷ്ഠം വാങ്ങിച്ച പുള്ളിക്കാരനാണ് ഉസിയാവ്. അതുപോലെ തന്നെ യോഥാം, ആഹാസ് ഇവരെല്ലാം ദൈവത്തെ കോപിപ്പിച്ചവന്മാരാണ്. അതിലേറ്റവും കേമനെന്ന് പറയുന്ന പുള്ളി ആഹാസാണ്. നമ്മൾ കൂടുതൽ അതിലേറ്റവും ദൈവത്തെ കോപിപ്പിച്ചത് ആഹാസാണ്. നമ്മുടെ പഠനങ്ങളിലും ചിന്തകളിലും ഒക്കെ ഏറ്റവും കൂടുതൽ കടന്നു വന്നിട്ടുള്ള വ്യക്തിയാണ് ആഹാസ്. ആഹാസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. തൻ്റെ ഭരണകാലത്തായിരുന്നു യെരുശലേം ദേവാലയത്തിൻ്റെ വാതിലടച്ചു കളഞ്ഞത്. അതുപോലെ താമ്രക്കടൽ 12 കാളകളുടെ മുതുകത്ത് നിന്ന് താഴെ ഇറക്കിയത്. അതുപോലെ യാഗവീട് എടുത്തു മാറ്റിയിട്ട് ദമേശേക്കിലെ യാഗവീട് അവിടെ വെച്ചത് നമ്മളതൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇവർ പ്രവചിച്ചിരുന്നത്. അടുത്ത ആളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇരമ്യാവാണ്. ഇരമ്യാവ് സ്വയം ദൈവസന്നിധി പറയുന്നുണ്ട്, ഞാനൊരു ബാലനാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇരമ്യാവിനെ ദൈവം വേർതിരിക്കുകയാണ് പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി. അങ്ങനെ ഹില്ക്കിയ പുരോഹിതൻ്റെ മകനായ ഇരമ്യാവിനെ ദൈവം വേർതിരിക്കുകയാണ് അല്ലേ. 2-ാം അധ്യായം തുടങ്ങുമ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷകൾ നമ്മൾ കാണുകയാണ്. അനധിവിദൂര ഭാവിയിൽ തെക്കേ ദേശക്കാർ പ്രവാസത്തിലേക്ക് പോകുന്ന കാര്യം അത് ഇരമ്യാവ് ദീർഘനാൾ അവരുടെ നടുവിലൂടെ കരഞ്ഞുകൊണ്ട് നടന്ന് പ്രവചിച്ചു. പക്ഷേ ആ സമയത്തൊക്കെയുള്ള അവരുടെ രാജാക്കന്മാരത് ഉൾക്കൊണ്ടില്ല. അതായത് ഇരമ്യാവ് പ്രവചന ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്ന സമയത്ത് യോശിയാവിൻ്റെ കാലമാണ്. യോശിയാവിൻ്റെ ഭരണം തീരുന്നു. തൊട്ട് പുറകിൽ അവൻ്റെ മകനായ യഹോയാക്കീമിൻ്റെ കാലം വരികയാണ്. യഹോയാക്കീം എന്ന് പറയുന്നവൻ ഒരു ഗുരുത്തക്കെട്ടവനാണ്. അവൻ ദൈവത്തെ ഭയമില്ലാത്തവനും യൊറോബയാമിൻ്റെ വഴിയിൽ, വടക്കേ ദേശക്കാരനായ യൊറോബയാമിൻ്റെ വഴിയിൽ നടന്നവനാണ്. ആ സമയത്ത് ഇരമ്യാവ് അവിടെ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആ സമയത്ത് ഇരമ്യാവ് തെക്കേ ദേശത്ത് പ്രവചിച്ച് നടക്കുമ്പോൾ യഹോയാക്കീം ഒരിക്കലും ഇരമ്യാവിനെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് സുഖമാണോ, പിന്നെ കാണാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും പറയാനായിട്ട് മെനക്കെട്ടിട്ടില്ല. യഹോയാക്കീം ഇരമ്യാവിന് വേണ്ടി കരുതിയത് പൊട്ടക്കിണറും പിന്നെ കുണ്ട്രയൊക്കെയാണ്. കുണ്ട്ര എന്ന് കേൾക്കുമ്പോൾ കൊല്ലത്തെ കുണ്ട്രയല്ല കേട്ടോ, കാരാഗ്രഹവാസത്തിലേക്കൊക്കെയാണ് അദ്ദേഹത്തിന് പോകേണ്ടി വന്നത്. പിന്നീട് എസെക്കിയേലിനെയൊക്കെ എടുത്ത് പഠിക്കണം, ദാനിയേലിനെ എടുത്ത് പഠിക്കണം. ദാനിയേലിനെ അല്ല നമ്മൾ ഒന്നാമത് മാതൃകയായിട്ട് എടുക്കുന്നത്, പഠിക്കേണ്ട കാര്യമാകട്ടോ. ദാനിയേലിനെയും യെശയ്യാവിനെയും ഇരമ്യാവിനെയും അല്ല നമ്മൾ ഒന്നാമത് മാതൃകയായിട്ട് എടുക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ മാതൃക എന്ന് പറയുന്നത് അപ്പസ്തോലന്മാരും അന്നത്തെ പ്രവാചകന്മാരുമാണ്. അവരുടെ ശുശ്രൂഷയുടെ പാറ്റേൺ ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നത്തേതിൽ അതിൻ്റെ ആഴങ്ങളും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴയ നിയമ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അവർ യഹോവയായ ദൈവത്തോടു കൂടെ എങ്ങനെയാണ് സഞ്ചരിച്ചത്,
അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഈ വക കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനാണ് പഴയ നിയമ പുസ്തകത്തിലേക്ക് പോകുന്നത്. അല്ലാതെ നേരെ നമ്മൾ ശൂഷൻ രാജധാനി ചെന്നിട്ട് ദാനിയേലിനെ മുട്ടി വിളിച്ചിട്ട് അന്ന് പറഞ്ഞ പോലത്തെ ഒരു ദൂത് പറയാവോ, വിടി സതീശനോടൊന്ന് പറയാനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാനിയേൽ കൈമലത്തും. എടാ ഞാൻ പഴയ നിയമ പ്രവാചകനാ, നീ പുതിയ നിയമക്കാരനല്ലേ. പുതിയ നിയമ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ശുശ്രൂഷ എന്നുള്ളത് നിങ്ങളുടെ അപ്പോസ്തലന്മാർ കാണിച്ചു തന്നതുപോലെ നിങ്ങളുടെ വിശുദ്ധ പ്രവാചകന്മാർ അവിടെ ഉണ്ടല്ലോ. അവരെങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ വർത്തിച്ചത്, ശുശ്രൂഷയിൽ എങ്ങനെയായിരുന്നു അവർ മുന്നേറിയത്, അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാനാണ് ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ ബുദ്ധി പറഞ്ഞു തരികയുള്ളൂ. അതല്ലാതെ അതിലപ്പുറമൊന്നും പറയില്ല. സൗരങ്ങളെ തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആമോസിനെ നമുക്ക് കാണാം, മീഖയെ കാണാം, ഹോശയെ കാണാം. ഇങ്ങനെ എത്രയോ പ്രവാചകന്മാരാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ കടന്നുപോയ വൈഷമ്യങ്ങൾ, അയ്യോ എന്തൊരു ദുഷ്കരമായിരുന്നു അവരുടെ ശുശ്രൂഷാ കാലയളവ്. വളരെ ദുഷ്കരമായ നിലയിൽ അവർ ജീവിച്ച മനുഷ്യരാണ്. നമ്മളിന്ന് പുസ്തകം തുറന്നു വെച്ചിട്ട് അവരൊക്കെ വലിയ ശ്രേഷ്ഠരാണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ശ്രേഷ്ഠരാണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ എല്ലാ രീതിയിലും അവരെ ഗൗനിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി വചനം ആഴത്തിൽ പഠിക്കുമ്പോൾ പൗലോസിനെ എത്ര ബഹുമാനത്തോടെയാണ് കാണുന്നത്. ധന്യനായ പൗലോസ് ലീഗ എന്നൊക്കെ തികച്ചു പറയുമോ നമ്മൾ? എന്നാൽ ഓർത്ത് നോക്കി, കൊരിന്ത്യർ പൗലോസിനോട് ഇടപെട്ടത് എങ്ങനെയാണ്, ഗലാത്യർ ഇടപെട്ടത് എങ്ങനെയാണ്. അതായത് താൻ സുവിശേഷം പറഞ്ഞ് വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആളുകൾ തന്നെ പൗലോസിനോട് ഇടപെട്ടത്. പൗലോസിനോട് അവർ ഏതാണ്ടൊരു ജഡീകൻ എന്നുള്ള നിലയിലൊക്കെ സംസാരിച്ചു വരുമ്പോൾ പൗലോസ് തിരിച്ചു പറയാണ്, ഞങ്ങൾ ജഡത്തിൽ വസിക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ലെന്നൊക്കെ അവരോട് പറയേണ്ടി വന്നു. ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തുമ്പന്വേഷിക്കുകയാണോ എന്നൊക്കെ പറയേണ്ടി വന്നു. അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആ കാലഘട്ടത്തിൽ അവർക്ക് അമിതമായ ബഹുമാനമൊന്നും ലഭിച്ചിരുന്നില്ല. അതായത് ചില്ലുകൂട്ടിൽ ഇരുത്തിയില്ലെന്ന്, ഓ റൈറ്റ് റവറൻറ്റ് പൗലോസ് വരുന്നു എന്നൊന്നും പറഞ്ഞ് ചില്ലുകൂട്ടിലൊന്നും ആരും കയറ്റി ഇരുത്തിയില്ല. അവർ കഷ്ടനഷ്ടങ്ങളിലൂടെയും നിന്ദകളിലൂടെയും മറ്റും ഒക്കെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അവരുടെ ശുശ്രൂഷാ ജീവിതമൊക്കെ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ലധികം അധ്യായങ്ങളിൽ പൗലോസ് തൻ്റെ ജീവിതാനുഭവം പറയുന്നില്ലേ? അവിടെയൊക്കെ പറയുന്നത് എന്താ, 1 അടി 5 പ്രാവശ്യമാണ് കൊണ്ടത് ക്രിസ്തു നിമിത്തം. സത്യസുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടും ക്രിസ്തുവിൻ്റെ നാമം ഉയർത്തിയതുകൊണ്ടും. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ന് ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എതിർപ്പൊന്നുമില്ല അല്ലേ? ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞാൽ അത്ര എതിർപ്പ് വരുന്നില്ല, വരും വലിയ താമസമില്ലാതെ. ഇപ്പോൾ വടക്കേരിയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി ആ കാലഘട്ടത്തിൽ അവർ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്, നിശ്ചയമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നിന്ദകൾ ലഭിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. സ്വീകരിച്ച ഇടങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ സ്വീകരിച്ച സാഹചര്യങ്ങളുമുണ്ട്, അതുപോലെ തിരസ്കരിക്കപ്പെട്ട മേഖലകളുമുണ്ട്. ഇതെല്ലാം ചേർത്ത് പഠിക്കണം. ഇരുവേ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ഈ പ്രവാചകന്മാരുടെ ഒക്കെ കാര്യം പറഞ്ഞു വരുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു കാര്യം ഏലിയാവിനെ കുറിച്ചാണ്. ഏലിയാവും ഏലീശയൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ സോക്കോൾഡ് പ്രവാചകന്മാർക്ക് വളരെ താല്പര്യമുള്ള പേരുകളാണ്. ഏലിയാവിനെ പോലൊരു പ്രവാചകനാകണമെന്നാണ് നമ്മുടെ ഈ യൗവനക്കാരായ അറിയപ്പെടുന്ന പ്രവാചക വേഷത്തിൽ നടക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പം ഏലിയാവിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ? ഒത്തിരി ആഴത്തിലൊന്നും അല്ലേ പോലും അത്യാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം ശുശ്രൂഷയ്ക്ക് ഒരുക്കുന്ന ആ കാലഘട്ടം, അതായത് ഏലിയാവ് ജീവിക്കുന്നത് ഗിലെയാദിലെ തിശ്ബിയിലാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് 2 ഗോത്രക്കാർക്ക് കൊടുത്ത സ്ഥലമാണത്, ട്രാൻസ്ജോർഡൻ, യോർദാൻ്റെ അങ്ങേക്കരയിൽ. ആ അങ്ങേക്കരയിൽ താമസിക്കുന്ന ഏലിയാവ് ആ കാലഘട്ടത്തിൽ 2 ഗോത്രക്കാർ യഹോവയായ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഞാൻ ഓടിച്ചു പറയാം, യഹോവയായ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ ദേശത്ത് ഈ പ്രമാണത്തെ അനുസരിക്കുന്നവരും ദൈവത്തെ അന്വേഷിക്കുന്നവരുമായ വേറെ ആളുകളുണ്ടോയെന്ന് നമുക്ക് സംശയമാണ്. ചിലപ്പോൾ ഏലിയാവ് മാത്രമായിരിക്കും കാണുകയുള്ളൂ. ഏലിയാവ് ഒരിക്കലും ദൈവസന്നിധി പരാതി പറഞ്ഞില്ല, എനിക്കിവിടെ ഒരു കൂട്ടായ്മ ലഭിക്കുന്നില്ല, എനിക്ക് കൈത്താങ്ങാൻ ആരുമില്ല എന്നൊന്നുള്ള പരാതിയൊന്നും ഉണ്ടായില്ല. താൻ നിരന്തരം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരുന്നു. സ്വർഗത്തിലെ ദൈവം ഏലിയാവിനെ കണ്ടിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയമായപ്പോൾ രംഗത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ദീർഘകാലം ഏലിയാവ് തിശ്ബിയിൽ പ്രാർത്ഥനാനിരതനായിരുന്നു. ഇസ്രായേൽ ജനത്തെ ഓർത്ത് മധ്യസ്ഥ അണച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൗത്യത്തിൻ്റെ സമയമായപ്പോൾ ഏലിയാവിനെ രംഗത്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ രംഗത്ത് കൊണ്ടുവന്നു താൻ ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക്, ജിസ്രയേൽ എന്ന് പറയുന്ന ഇടത്തിലേക്ക് ഏലിയാവ് കടന്നു വന്ന് ആഹാബിനോട് ദൂത് പറയാണ്.
ഭരണാധികാരിയോട് ദൂത് പറയുകയാണ്. ആദ്യം ഞാൻ പല പ്രവാചകന്മാരെക്കുറിച്ചും പറഞ്ഞു. അവരെല്ലാം ആ ദേശത്ത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ന്യായവിധി പ്രവചിച്ചിരുന്നവരാണ്. അവർ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങളെ സംഭവിച്ചത്. അതായത് യെശയ്യാവൊക്കെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ, പിന്നീട് മീഖ പറഞ്ഞ കാര്യങ്ങൾ, അതിൻ്റെ തുടർച്ചയെന്നോണമാണ് സിയോനെ വയൽ പോലെ ഉഴുതുമറിക്കും, അതുപോലെ ആലയമിരിക്കുന്ന ആ പർവ്വതം കൽക്കുന്നായിട്ട് തീരും എന്നൊക്കെയാണ് മീഖ പ്രവചിച്ചത്. അതേ കാര്യം തന്നെ ഇരമ്യാവും ചേർത്ത് പ്രവചിച്ചു. ആ പ്രവചനം കഴിഞ്ഞപ്പോഴാണ് പൊട്ടക്കിണറിൽ കൊണ്ടുപോയി ഇട്ടത്. അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം ന്യായവിധി പ്രസ്താവിച്ചവരാണ്. പുതിയ നിയമ പ്രവാചകന്മാരോടുള്ള ബന്ധത്തിൽ അവരുടെ ശുശ്രൂഷാ രീതികൾ നമ്മൾ കണ്ടു. അതായത് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവിൻ്റെ സഭയെ പണിയുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം എന്നുള്ളത്. അപ്പോൾ തന്നെ പ്രവാചകന്മാർ പൊതുലോകത്തോട് സംസാരിക്കും. അവർ സംസാരിച്ചു വരുമ്പോൾ കേൾവിക്കാരുടെ ഉള്ളിൽ ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്ത വരും. പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരുടെ പ്രവചനത്തിനകത്ത് ന്യായവിധി കടന്നു വന്നിട്ടുണ്ട്. പുറത്തുള്ള രാജ്യങ്ങളോടും അതുപോലെ തന്നെ ഇസ്രായേലിനോടും ഒക്കെ അവർ സംസാരിക്കുമ്പോൾ ദൈവികമായ ന്യായവിധിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന് പുതിയ നിയമ പ്രവാചകൻ സുവിശേഷം അറിയിക്കുന്നവനും അല്ലേ? പുതിയ നിയമ പ്രവാചകനും സുവിശേഷത്തെക്കുറിച്ച് ഗ്രാഹ്യം വേണ്ടേ? ആ സുവിശേഷം അറിയിക്കുമ്പോൾ അതൊരു ഗുഡ് ന്യൂസാണ്. ആ ഗുഡ് ന്യൂസ് അറിയിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ന്യായവിധി ഉണ്ടല്ലോ, ഒരു ദൈവിക ന്യായവിധി. കാൽവറിയിൽ എന്താ സംഭവിച്ചത്? അവിടെ ദൈവിക ന്യായവിധിയാണ് വന്നത്. മനുഷ്യവർഗത്തിൻ്റെ മേൽ വരേണ്ട ന്യായവിധി മറ്റൊരുവൻ നമുക്ക് പകരക്കാരനായിട്ട് ആ ശിക്ഷ ഏറ്റെടുത്തു. സുവിശേഷത്തിനകത്ത് അതൊക്കെയുണ്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ അങ്ങനെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പരമയാഗമായി, അത് വിശ്വാസത്താൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നീട് നടന്നു പോകുന്ന ന്യായവിധിയിലേക്കാണ് എന്നുള്ള ഒരു സൂചന അതിനകത്തില്ലേ? നിശ്ചയമായും അതിനകത്തുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും പ്രവചന ശുശ്രൂഷയ്ക്കകത്ത് ഈ ഒരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രവാചകന്മാരുടെ ദൗത്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം വരും. പറഞ്ഞു വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും വരും. ഓക്കെ, ഞാൻ ഏലിയാവിലേക്ക് ഒന്നുകൂടെ തിരിച്ചു വരിക. ഏലിയാവ് ആഹാബിൻ്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ദൈവികമായ ദൂതറിയിച്ചു. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് സ്വർഗം തന്നെ ഭരമേൽപ്പിച്ച ദൗത്യത്തിന് വേണ്ടി കടന്നു വരികയാണ് ആഹാബിൻ്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ വന്നിട്ട് പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ വളരെ ലാഘവത്തിലായിരിക്കും ഇരുന്ന് കേൾക്കുന്നത്. സഹോദരങ്ങളെ, വി ഡി സതീശനോ പിണറായി വിജയനെ പോലെയുള്ള ഒരാളല്ല ആഹാബ് എന്ന് പറയുന്നത്. മഹാരാജാവാണ്. രാജസന്നിധിയിൽ വന്നാണ് ഈ ദൂത് പറയുന്നത്. കഴുത്തെടുക്കാൻ അധികാരമുള്ളവൻ്റെ മുമ്പിൽ വന്ന് നിന്നാണിത് പറയുന്നതെന്ന് ഓർക്കണം. അപ്പോൾ എന്ത് ധൈര്യത്തോടെയാണ് കടന്നു വരുന്നത്? ദൈവത്തിൻ്റെ സന്ദേശം താൻ കൈമാറിയതിന് ശേഷം ആഹാബിൻ്റെ കൊട്ടാരം വിട്ട് താൻ പോകുമ്പോൾ ആഹാബിൻ്റെ ഫോൺ നമ്പർ ഇമെയിൽ ID മേടിച്ചുകൊണ്ടല്ല പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ കേട്ടോ വീഡിയോ കോളിൽ എന്നൊന്നും പറഞ്ഞല്ല പോകുന്നത്. ഏലിയാവിന് ദൈവികമായ അരുളപ്പാട് ലഭിക്കുകയാണ് കെരീത്തിൻ്റെ തോട്ടിൽ പോയി ഒളിച്ചിരിക്കാൻ. ഇത്ര ഭയങ്കരമായ ഒരു സന്ദേശം കൈമാറിയ വ്യക്തി കെരീത്തിൻ്റെ തോട്ടിൽ പോയി ഒളിച്ചിരിക്കുക. ആ ശുശ്രൂഷയുടെ രീതികൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. അവിടെയൊക്കെ ഏലിയാവിൻ്റെ ജീവിതത്തിൽ വലിയ പരിശോധനകളുണ്ട്. ആ പരിശോധനകളൊക്കെ ജയകരമായി പൂർത്തിയാക്കിയതിന് ശേഷം ഏലിയാവ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ സാരെഫാത്തിലെ വിധവയുടെ അടുക്കിലേക്കല്ലേ? സാരെഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക്. സാരെഫാത്തിൽ എന്തോരം നല്ല ആഠ്യത്യമുള്ള കുടുംബക്കാരുണ്ട് അല്ലേ? ഗൾഫുകാരും അമേരിക്കക്കാരും ഒക്കെ സാരെഫാത്തിൽ ഇല്ലാതിരിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ബോംബെക്കാരനെങ്കിലും കാണാതിരിക്കുമോ? അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണും അവിടെയൊക്കെ. ഇവരുടെ ഇടയിലേക്ക് ഒന്നും അല്ല അയച്ചത് ഒരു വിധവയുടെ അടുക്കിലേക്ക്. അത് ഒരപ്പത്തിൻ്റെ മുറിയും വെച്ചുകൊണ്ടിരിക്കുക ചാകാനായിട്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് പറഞ്ഞയക്കുന്നത്. ഒരു സമൃദ്ധിയിലേക്കല്ല അയക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവാചകനെ അയക്കുന്ന ഒരു സമൃദ്ധിയിലേക്കാണോ? തൻ്റെ വിശ്വാസം പരിശോധിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പല രീതിയിലും തന്നെ അഭ്യസിപ്പിക്കുകയാണ്. ഗംഭീരമായൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ അഭ്യസിപ്പിക്കുകയാണ്. ഇതൊക്കെ കർമ്മേലിലെ തീ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സന്ദർഭവശാൽ ഞാൻ ഓടിച്ചു പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കണം, ദൈവത്തിൻ്റെ പ്രവാചകന്മാരുടെ ആ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വരികയാണ്. പിന്നത്തേതിൽ ഏലിയാവ് കെരീത്തിൻ്റെ തോട്ടിൽ ഒളിച്ചിരിക്കുന്നു നമ്മൾ പറഞ്ഞല്ലോ. കെരീത്തിൻ്റെ തോട്ടിൽ ഒളിച്ചിരിക്കുമ്പോൾ തോട്ടിൽ നിന്നുള്ള വെള്ളം കുടിക്കും. കാക്ക അപ്പോൾ ഇറച്ചിയും കൊണ്ടുവരും. പ്രോഗ്രാം എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം ഓക്കെയാണ്. വെള്ളം ഒഴുകുന്നുണ്ടല്ലോ. കാക്ക ഷെഡ്യൂൾ അനുസരിച്ച് സമയങ്ങളിൽ വന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. പക്ഷെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തോട്ടിലെ വെള്ളം പറ്റുക.
തോട്ടിലെ വെള്ളം പറ്റുമ്പോഴും കാക്ക അപ്പം ഇറച്ചിയായിട്ട് വന്നുകൊണ്ടിരിക്കുക. വെള്ളമില്ലെങ്കിലും പ്രവാചകനായ ഏലിയാവ് അവിടെ നിന്ന് എഴുന്നേറ്റ് എങ്ങോട്ടും പോകാനായിട്ട് പരിശ്രമിച്ചില്ല. അവിടെ തന്നെ കുത്തിയിരുന്നു. അതാണ് അനുസരണം എന്ന് പറയുന്നത്. തൻ്റെ ബോധ്യങ്ങൾ, തൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വെള്ളം പറ്റിയതിൻ്റെ കാരണം എന്നാ? കാരണക്കാരൻ താൻ തന്നെയല്ലേ. താനല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി മഞ്ഞും മഴയും പെയ്യില്ലെന്ന്. താൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അത് തനിക്ക് മനസ്സിലായി. അതിന് മറ്റുള്ളവരെ ധരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ വല്ലതും ഉണ്ടോ? തോട്ടിലെ വെള്ളം പറ്റിയ സമയത്ത് തോടിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു വീഡിയോ കോള്, ആഹാബച്ചായ തോട്ടിലെ വെള്ളം പറ്റിയിരിക്കുന്നു, കണ്ടോ, എൻ്റെ പ്രവചനം ഫലിച്ചത് കണ്ടോ, ഞാൻ ആരാന്ന് മനസ്സിലായോ? ഇതൊന്നും സ്ഥാപിക്കാൻ ദൈവത്തിൻ്റെ പ്രവാചകൻ പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് സംഭവിച്ചില്ലേ എന്നൊന്നും പറഞ്ഞ് പുള്ളി പോകുന്നില്ല. ആ കാര്യങ്ങളുടെ ഗൗരവം വരും ദിവസങ്ങളിൽ ആഹാബിന് മനസ്സിലാകും. പിന്നെ ആഹാബിന് കൃത്യം മനസ്സിലാകും. ആഹാബിൻ്റെ കൊട്ടാരവുമായി ബന്ധപ്പെട്ട കുതിരകൾക്കും കഴുതകൾക്കോ അങ്ങനെ എന്ന് വേണ്ട, മൃഗങ്ങൾക്കൊക്കെയുള്ള പുല്ല് അന്വേഷിച്ച് ആഹാബ് വരെ പുറത്തിറങ്ങി പോകുന്നൊരു സമയമാണ് പിന്നത്തേതിൽ. അപ്പോൾ പ്രവചനം ഫലിച്ചോ ഇല്ലയോ എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നാട്ടുകാർക്ക് മനസ്സിലാവും. അത് തന്നെയല്ല, ഈ പറയുന്ന മഴയൊക്കെ നിന്നു, മുന്നോട്ട് പോവുകയാണ്. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒടുക്കം ആഹാബുമായിട്ട് പിന്നെയും കണ്ടുമുട്ടുന്നുണ്ടല്ലോ, സന്ധിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ആഹാബ് എന്താ ഏലിയാവിനോട് പറയുന്നത്? ആഹാ, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഏലിയാവ് തിരിച്ചു പറയുന്നത് എന്താ? ആഹാ, അത് കൊള്ളാം, നീയും നിന്റെ പിതൃഭവനവുമല്ലയോ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത്, ഞാനാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏലിയാവിൻ്റെ പ്രവചനത്തെ ആ നിലയിലൊന്നും ആഹാബ് ഉൾക്കൊണ്ടിട്ടില്ല. പറഞ്ഞ കാര്യം സംഭവിച്ചെങ്കിലും പുള്ളി അതുപോലെ ഒന്നും ഏറ്റെടുക്കുന്നില്ല. അതാണ് ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ പ്രവാചകൻ ആരെയും പറഞ്ഞ് സമ്മതിപ്പിക്കാനും അതിന് തെളിവിന് വേണ്ടി അഡീഷണൽ വീഡിയോ എടുത്തിട്ട് വാസ്തവമായിട്ട് ഞാൻ പറഞ്ഞ സത്യമാണ്, തോട്ടിലെ വെള്ളം പറ്റി, മഴ പെയ്യുന്നില്ല, അങ്ങനെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരു റിപ്പോർട്ടൊക്കെ മേടിച്ച് ഇതൊന്നും പ്രസിദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലതേ. ദൈവത്തിൻ്റെ പ്രവാചകനാണെങ്കിൽ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവനങ്ങ് പോവുക. പിന്നെ അതിൻ്റെ വിശദീകരണക്കുറിപ്പ് അഡീഷണലായിട്ട് ഇറക്കാനൊന്നും ഏലിയാവ് നിൽക്കുന്നില്ല. അല്ല, ഞാനന്ന് പറഞ്ഞതിൻ്റെ മനസ്സിലായില്ലെങ്കിൽ ഒരു അഡീഷണലായിട്ട്, നമ്മൾ ചിലപ്പോൾ പ്രസംഗത്തിലെ ആളുകൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ആഴ്ച വീണ്ടും വിശദീകരണമായിട്ട് വരുമല്ലോ. അത് പ്രസംഗം. ദൈവത്തിൻ്റെ ആലോചനകളൊന്നും അഡീഷണൽ പരിപാടിയൊന്നുമില്ല അതിനകത്ത്. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അരുളി ചെയ്യുന്നു. അതിനകത്ത് സന്ദേഹത്തിൻ്റെ വിഷയം ഉദിക്കുന്നില്ല. ഇപ്പോൾ ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ഞാൻ അത്രയും പറഞ്ഞ ആ ഭാഗം വിടുകയാണ്. പഴയ നിയമ പ്രവാചകന്മാരെല്ലാം വളരെ കഷ്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാരെ എല്ലാം ഭരണാധികാരികൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരുന്നില്ല, ജനവും അതുപോലെ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ വ്യത്യസ്തരായ ചില പ്രവാചകന്മാരുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ ഏലീശയുടെ കാര്യം നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ഏലീശയ്ക്ക് കുറച്ചും കൂടെ സ്വീകാര്യത കിട്ടിയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയാവിൻ്റെ ജീവിതം പോലെയോ മറ്റുള്ളവരുടെ ജീവിതം പോലെയോ അല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം വ്യത്യസ്തമാണ്. അത് വ്യത്യസ്തമായ ആംഗിളിൽ നിന്നുകൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഓടിച്ചു പറഞ്ഞങ്ങ് വിടുകയാണ്. ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ നാവായി നിന്നു. അതുകൊണ്ട് അവർ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ അവർ കടന്നുപോയി. അതൊക്കെയാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, അപ്പോൾ പുതിയ നിയമ പ്രവാചകൻ്റെ ദൗത്യം എന്ന് പറയുന്നത് സഭയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അന്നത്തെ പ്രവാചകന്മാരുടെ ദൗത്യം എന്താ? ഇസ്രായേൽ ജനത്തെ പ്രമാണത്തിലേക്ക് മടക്കി കൊണ്ടുവരിക. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഏറ്റവും അവസാനത്തെ പ്രവാചകനായ യോഹന്നാൻ സ്നാപകൻ്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകൻ ജനത്തെ പ്രമാണത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാനാണ് പരിശ്രമിച്ചത്. അവർക്ക് ലഭിക്കപ്പെട്ട പ്രമാണത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരുവാനാണ് താൻ ഉത്സാഹിച്ചത്. അതുപോലെ തന്നെ പുതിയ നിയമ പ്രവാചകനോടുള്ള ബന്ധത്തിൽ പ്രവാചകൻ ജനത്തെ ക്രൂശിങ്കിലേക്കാണ് തിരിക്കേണ്ടത്. ജനത്തെ ക്രൂശിങ്കിലേക്ക് തിരിക്കണം. യഥാർത്ഥ ക്രൂശിൻ്റെ മാർഗം അവർക്ക് തുറന്നു കൊടുക്കണം, പാത വെളിപ്പെടുത്തി കൊടുക്കണം. ആ പാതയിലൂടെ നടക്കണം, എന്നിട്ട് പാത അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. അതെ, അവരല്ലേ മാതൃക കാണിക്കേണ്ടത്. അപ്പോൾ ശുശ്രൂഷാവൃന്ദത്തിൽ പ്രധാനപ്പെട്ട ഒരു കൂട്ടരാണ് പ്രവാചകന്മാർ. അതായത് ക്രിസ്തു നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയി, നാം അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരണം. ക്രിസ്തു നടന്ന അതേ പന്ഥാവിലൂടെ
പ്രവാചകന്മാർ നടക്കണം, എന്നിട്ട് ജനത്തെ ആഹ്വാനം ചെയ്യണം, ഇതാണ് യഥാർത്ഥ വഴിയെന്ന്. അവർ ഇടുക്കവും ഞെരുക്കമുള്ള വഴി കണ്ടെത്തുന്നവരായിരിക്കണം. പുതിയ നിയമ പ്രവാചകന്മാരെ ഇടുക്കവും ഞെരുക്കമുള്ള വഴി കണ്ടെത്തുന്നവരായിരിക്കണം. അവർ അനുദിന ക്രൂശ് എടുക്കുന്നവരായിരിക്കണം. അവർ നുകത്തിൻ കീഴിലായിരിക്കണം. അവരുടെ വാസം എന്ന് പറയുന്നത് എപ്പോഴും നുകത്തിൻ കീഴിലായിരിക്കണം. നിശ്ചയമായും എങ്കിലല്ലേ അവർക്ക് ജനത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കാൻ, പ്രമാണത്തിലേക്ക് തിരിക്കാൻ, വചനത്തിലേക്ക് തിരിക്കാൻ കഴിയുള്ളൂ. മാതൃകയില്ലാത്തവന് ഇതെല്ലാം സാധിക്കുമോ? അപ്പോൾ പുതിയ നിയമ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന വലിയ പങ്കിനും വലിയ ഗ്രാഹ്യമില്ല സഹോദരങ്ങളെ. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ ആ ഒരു ഷോർട്ട് വീഡിയോ കാണിച്ചിട്ടാണല്ലോ കുറേ കാര്യങ്ങളെ പറഞ്ഞത്. ആ വീഡിയോയിലെ പ്രധാന കഥാപാത്രമായ ആ പ്രവാചകൻ, അടൂക്കാരൻ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു നാമധേയ പെന്തിക്കോസ്തുകാരൻ എടുത്തത് യൂട്യൂബിൽ ഇങ്ങനെ വൈറലായി സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് എനിക്ക് അയച്ചു തന്നായിരുന്നു ആ വീഡിയോ. ഞാൻ ആ ഇൻ്റർവ്യൂക്കാരൻ്റെ ചാനലോ അദ്ദേഹത്തിൻ്റെ കാര്യപരിപാടിയോ ഒന്നും ശ്രദ്ധിക്കാറില്ലാത്ത ആളാണ്. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കാറില്ല. കാരണം ആത്മീയ വർധനവിനോ നമുക്ക് ഗുണകരമായ ഒരു കാര്യവും അതിനകത്തൊന്നുമില്ല. അദ്ദേഹം ഒരു തൊഴിലെന്നുള്ള നിലയിൽ ഒരു ചാനൽ കൊണ്ടു കിടക്കുന്നു. അതിനകത്ത് നിന്ന് അദ്ദേഹത്തിന് യൂട്യൂബിലെ ഏണിങ്സ് ഉണ്ട്. ആ ഏണിങ്സിന് വേണ്ടി പ്രസിദ്ധരായവരെയും പ്രഗത്ഭരായവരെയും അതുപോലെ ഇങ്ങനത്തെ പ്രവാചകന്മാരെന്നൊക്കെ പറയപ്പെടുന്ന ആളുകളെയൊക്കെ രംഗത്ത് കൊണ്ടുവന്ന് അദ്ദേഹം ഇൻ്റർവ്യൂ ഒക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ ആളുകൾ ആവേശത്തോടു കൂടി ശ്രദ്ധിക്കും. ഞാനത് കണ്ടപ്പോൾ ഏതാണ്ട് 56,000 അതിലധികം ആൾക്കാരത് കണ്ടിട്ടിരിക്കുക. ഈ 56,000-ൽ ഏറിയ പങ്കും പെന്തക്കോസുകാരായിരിക്കും. ഇൻ്റർവ്യൂവിൽ പ്രത്യക്ഷപ്പെടുന്ന പ്രവാചകൻ ന്യൂ ജനറേഷൻ പെന്തക്കോസ്തിലെ ആളാണെങ്കിലും കേൾക്കാൻ ഉത്സാഹത്തോടെ വന്നിരിക്കുന്നത് പെന്തക്കോസുകാരാകാനാണ് സാധ്യതയുള്ളത്. എന്നാൽ ഒരു പുതിയ നിയമ പ്രവാചകൻ എങ്ങനെയായിരിക്കണം, അതുപോലെ ഈ കാര്യങ്ങളുടെ ഒരു വിശദീകരണമൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ട് 1000 പേര് പോലും കേട്ടില്ല. 1000 പേര് പോലും കേട്ടില്ല. അവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രവാചകൻ എന്നൊക്കെ പേരുള്ള ആളുകൾക്ക് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത്. അവരുടെ വാക്കുകൾ ആളുകൾ ചെവി വട്ടം പിടിച്ചാൽ കേൾക്കുന്നത്. നോക്കണം, ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു ഓർഗനൈസേഷൻ്റെ കൗൺസിലൊക്കെയുള്ള ആളാണ്. ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു ബിസിനസ് മൈൻഡുള്ള ആളാണ്. ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ പോപ്പുലറാക്കുക, അതിൽ നിന്ന് അദ്ദേഹത്തിന് ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതൊരു തെറ്റാന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ചതി എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഈ പറയപ്പെട്ട വീഡിയോ ഒന്നും ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോവുകയല്ല കേട്ടോ. നിങ്ങളിൽ ചിലരൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ചൊരു അറിവ് പോലും ഉള്ളവരായിരിക്കില്ല. ഞാൻ നിങ്ങളോട് അങ്ങ് പറയുകയാണ്, അങ്ങനെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു. ഞാനത് നേരത്തെ കണ്ടതാണ്. ആ വീഡിയോ ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നത്. അപ്പോൾ ഞാൻ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ദൈവദാസന്മാരെ എനിക്കത് അയച്ചു തന്നു, പാസ്റ്റർ ഇതൊന്ന് ശ്രദ്ധിക്കണമെന്ന്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഞാനിവിടെ വീഡിയോസ് ഒന്നും ശ്രദ്ധിക്കാറുള്ള ആളല്ല, പിന്നെ ഞാനിത് ശ്രദ്ധിക്കണമെന്ന് അങ്ങ് ഉദ്ദേശിച്ച് എന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഈ 2 പേരും ഇരുന്ന് സംസാരിക്കുന്ന ആ സംഭാഷണം ഇപ്പം തന്നെ 56,000 പേര് കൂടുതൽ കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലേറിയ പങ്കും പെന്തക്കോസ്തുകാരാണ് കണ്ടിരിക്കുന്നത്. അതായത് ആ ഇൻ്റർവ്യൂവിനോടുള്ള ബന്ധത്തിൽ ആ വീഡിയോയിൽ അവർ 2 പേരും ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ കേട്ട് കഴിഞ്ഞാൽ നിശ്ചയമായി അവർ അതിലേക്ക് വശീകരിക്കപ്പെടും, ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവദാസന്മാർ പറഞ്ഞതല്ലേന്ന് ഓർത്ത് ഞാനും അത് കാണാനായിട്ട് ഉത്സാഹിച്ചു. അപ്പോൾ ആദ്യോടന്തം കഴിഞ്ഞ ദിവസത്തെ അവരുടെ ആ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ് ഈ സംസാരം മുഴുവനും. ആ വീഡിയോ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് മറ്റൊരു സഹോദരൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇറക്കി. അത് വളരെ പ്രചാരത്തിലെത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവർ ഈ വീഡിയോ ആയിട്ട് വന്നത്. ആ വീഡിയോ ഇറക്കിയതിലൂടെ അവർ നല്ല നിലയിൽ സക്സസ് ആയി ആ കാര്യത്തിൽ. കാരണം പെന്തക്കോസ്തുകാരിൽ ബഹുഭൂരിപക്ഷം പേരുടെ ഉള്ളിലേക്ക് അവർക്ക് കടന്നു കയറാൻ പറ്റി. കാരണം എന്താ? വളരെ കുറച്ച് പേർക്ക് മാത്രമേ വചനത്തിൻ്റെ ആഴങ്ങൾ അറിയൂ. ബാക്കിയുള്ള ആളുകൾ ഒന്ന് പറഞ്ഞ് 2 പറയുന്നത് എന്നാണെന്നറിയാമോ? പുള്ളി പറഞ്ഞതുപോലെ നടന്നില്ലേ, 100-ലധികം സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, കിട്ടിയില്ലേ, ഇന്നയാൾ പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞു, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അതൊക്കെ ആയില്ലേ, അല്ലെ അതിനുള്ള വഴികൾ തുറന്നില്ലേ, അതൊക്കെ പുള്ളിയുടെ മിടുക്കാണെന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വരുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയും മറ്റെല്ലാ മീഡിയകളിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും സഹോദരങ്ങളെ. പണ്ട് കാലത്തുള്ളതിനേക്കാളും അപ്പുറമായി പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സ് അതുപോലെ സീനിയർ വിശ്വാസികളൊക്കെ പൊളിറ്റിക്സിലേക്ക് എടുത്തിയാടിയിരിക്കുകയാണ്. അവരെല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇവർക്ക് എങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ എതിർ കക്ഷിക്ക് എതിരെയൊക്കെ വർത്തമാനം പറയേണ്ടി വരില്ലേ?
ഒരു ദൈവവൈതലിന് പറയാനും പെരുമാറാനും ഒക്കെ ഉള്ള പരിമിതികൾ നമുക്കറിയാം. പിന്നെ എങ്ങനെ ഇവർക്കൊക്കെ ഇത് സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ കുറേയധികം ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, ദൈവം പ്രാർത്ഥന കേട്ടു തൻ്റെ ദാസനായ VD സതീശന് മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവന്നു എന്ന്. അപ്പോൾ അവിടെ ഒരു വലിയ ചോദ്യമില്ലേ സഹോദരങ്ങളെ? കഴിഞ്ഞ 10 വർഷം ദൈവം പ്രാർത്ഥന കേട്ടില്ലേ? കഴിഞ്ഞ 2 ടേമും കേരളത്തെ ഭരിച്ചിരുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനല്ലേ? അദ്ദേഹം പരിശുദ്ധാത്മ നിറവിലൊന്നും അല്ലല്ലോ ഭരിച്ചത്. ഇപ്പോൾ ഭരിക്കാൻ പോകുന്ന VD സതീശനും പരിശുദ്ധാത്മ നിറവിലൊന്നും അല്ല ഭരിക്കുന്നത്. അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രി ആയി എന്നുള്ള കാര്യം കേട്ടപ്പോൾ തന്നെ പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങയുടച്ച് പിന്നെ ശ്രീ പത്മനാഭൻ്റെ മുമ്പിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. ചാനലുകൾ മുഴുവനും അത് ഒപ്പിയെടുത്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്? അതൊന്നും അല്ലല്ലോ. ഞാൻ എല്ലാ കാലത്തും പറയുന്ന പോലെ അദ്ദേഹം കൊള്ളാവുന്നൊരു ഹൈന്ദവനാണ്. വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ അദ്ദേഹത്തെ കാണാറ്. ഞാൻ ഒരിക്കലും ഒരിടത്തും ക്ലെയിം ചെയ്യാറില്ല പുള്ളി ബൈബിൾ വായിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ പെന്തക്കോസിൻ്റെ അതിലേക്ക് കറങ്ങി വരുന്നുണ്ട്, പുള്ളിയും വിശ്വാസിയാകാൻ സാധ്യതയുണ്ടെന്നൊന്നും നമ്മൾ ആരോടും പറയാറില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിൽക്കട്ടെ. നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം നിശ്ചയമായും. അതുപോലെ അദ്ദേഹത്തോട് സുവിശേഷം പറയാനായിട്ട്, ഏത് സുവിശേഷം? ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് പറയുന്ന 1 വെച്ച 2 കിട്ടുമെന്നുള്ള സുവിശേഷമല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കണം. അങ്ങനെ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വരച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താ അദ്ദേഹം തിരിച്ചറിയുന്നത്? ഈ വഴി നമുക്ക് പറ്റിയതല്ല, ഇത് നിന്ദയുടെയും അപമാനത്തിൻ്റെയും മാർഗമാണ്. ലോകം ത്യജിക്കും, എല്ലാവരും നമ്മെ വിടക്കെന്ന് എണ്ണാൻ സാധ്യതയുണ്ട്. ഇന്ന് അനുഭവിക്കുന്ന ഈ അനുഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒരുപക്ഷെ കൈമോശം വരാം. ഈ ക്രിസ്തുവിനെ ഞാൻ അംഗീകരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് നഷ്ടക്കച്ചവടമായിരിക്കുമെന്ന് നല്ല ഫിനാൻസ് മാനേജരായ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ആ സാഹസത്തിന് മുതിരുവോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ നിശ്ചയമായും അത് സാധിക്കും. നമ്മുടെ ആൾക്കാർ ചുമ്മാ അനാവശ്യമായി ക്ലെയിം ചെയ്യുകയാണ്. ഒരാൾ എന്നോട് പറയുക, റോമർ 13 എഴുതിയിട്ടുണ്ട് ഭരണാധികാരികളെ ബഹുമാനിക്കണമെന്ന്. അത് കൊള്ളാം. റോമാലേഖനം 13-ാം അധ്യായം എഴുതിയത് മെയ് മാസം 3-ാം തീയതി അർദ്ധരാത്രിക്ക് ശേഷമാണോ എഴുതിയത്? റോമാലേഖനം 12 അധ്യായം ഉണ്ടായിരുന്നുള്ളൂ. 13-ാം അധ്യായം ഇപ്പോൾ എഴുതിയതാണോ? ഇത് നൂറ്റാണ്ടുകളായിട്ട് എഴുതിയതല്ലേ? അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 2 ടേമിലും ഭരിച്ച ഭരണാധികാരിയെ നിങ്ങൾ ഈ ഭരണാധികാരിക്ക് കൊടുക്കുന്ന അതേ ബഹുമാനം കൊടുത്തിരുന്നോ? പല ന്യായങ്ങളുമാണ്. വേറൊരു സഹോദരൻ അതിനെക്കുറിച്ച് ഒരു ജോക്ക് പോലെ പറഞ്ഞത്, പരിശുദ്ധാത്മാവ് ഈയിടെയായിട്ട് കോൺഗ്രസിൽ ചേർന്നെന്നാണ് തോന്നുന്നതെന്ന്. പെന്തിക്കോസുകാരെല്ലാം പറയുന്നത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, അതെല്ലാം കോൺഗ്രസിന് ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതിയിലാണോ പരിശുദ്ധാത്മാവ് പറയുന്നതെല്ലാം? അങ്ങനെയാണ് 2014 ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അധിപതിയായിട്ട് ശ്രീമാൻ നരേന്ദ്രമോദിജി വന്നു. 3-ാം ടേമിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ പറയുന്ന ബഹുമാനം ആളുകൾ കൊടുക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് പുള്ളിയോട് എന്തെങ്കിലും കോപമുണ്ടോ? റോമാലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം ഭരണാധികാരികളെ ബഹുമാനിക്കണമെന്നാണെങ്കിൽ അദ്ദേഹത്തിനും അത് ബാധകമല്ലേ? അദ്ദേഹത്തെ ബഹുമാനിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം മൂർഖന്മാരുടെ പോലെ ഇടപെടുക എന്ന് പറഞ്ഞാലോ? അതിനും എന്തെന്നാ വചനം പറയുന്നത്? മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങണമെന്നാണ് പറയുന്നത്. അത് സഭയിലുള്ള പാസ്റ്ററുടെ കാര്യമല്ല കേട്ടോ, ലോകത്തിലെ ഭരണാധികാരികളോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. നമ്മൾ അവർക്കും കീഴടങ്ങണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിലെ വലിയ പങ്ക് ആൾക്കാരും ഈ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല പ്രിയരെ. അതായത് 1 ദിനവൃത്താന്ത പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ 17, അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ദാവീദ് നാഥാൻ പ്രവാചകനോട് തൻ്റെ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. ഒരുവനായ ദൈവം കൂടാരത്തിൽ വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇത്രയും വലിയ അരമനയിലൊക്കെ പാർക്കുകയാണല്ലോ, അതുകൊണ്ട് എനിക്ക് ദൈവത്തിനായിട്ട് ഒരു ആലയം പണിയാൻ ആഗ്രഹമുണ്ടെന്നുള്ള കാര്യമാണ് ധരിപ്പിക്കുന്നത്. അതിനനുസരിച്ച് നാഥാൻ മറുപടിയും കൊടുക്കുകയാണ്. 1 ദിനവൃത്താന്തം 17-ന്റെ 2-3 വായിച്ചേ. അപ്പം ദാവീദ് തൻ്റെ ആഗ്രഹം ഉണർത്തിച്ചു. പ്രവാചകനായ നാഥാൻ ദാവീദിനോട് പറയാണ്, നിൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ, യഹോവയെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഈ പറഞ്ഞതൊരു പ്രവചനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദർശകനായ നാഥാനോട് ദാവീദിൻ്റെ താല്പര്യം അറിയിക്കുകയാണ്.
ആ താല്പര്യം അറിയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ അഭിഷിക്തനല്ലേ ദാവീദ്. അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നാഥാൻ പറയാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട്, നിശ്ചയമായും നീ അങ്ങനെ പെരുമാറ്. നല്ല കാര്യമാണല്ലോ നീ പറഞ്ഞത്, അത് ദോഷമായിട്ടൊരിക്കലും ചിന്തിക്കേണ്ട കാര്യമല്ല, നല്ല കാര്യം തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിച്ചോളാൻ പറയാണ്. എന്നാൽ അന്ന് രാത്രി വായിച്ചേ. എന്നാൽ അന്ന് രാത്രി നാഥാന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് എന്റെ ദാസനായ ദാവീദിനോട് പറക, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എനിക്ക് വസിപ്പാനുള്ള ആലയം പണിയേണ്ടത് നീയല്ല. ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്, ഉള്ളിലെ ഒരു ബോധ്യത്തിൽ നിന്ന് പറയുന്ന ചില കാര്യങ്ങൾ ഒത്തുവരും. പിന്നെ നമ്മുടെ പഠനങ്ങളുണ്ടല്ലോ, അന്വേഷണങ്ങളുണ്ടല്ലോ, സ്ഥിരമായി സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. റൊട്ടേഷനിൽ എന്താണ് വരുന്നത്, ഇതൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, ശുശ്രൂഷകൻ്റെ ഉള്ളിൽ ഇതൊക്കെയുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് പറയുന്നത് 100-ലധികം സീറ്റ് കിട്ടും, ഇന്നയാൾ മുഖ്യമന്ത്രിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം പഴയ ഓപ്പോസിഷൻ ലീഡറേക്കാളും കുറച്ചുകൂടെ വൈബ്രൻ്റാണ്. പുതിയ ഓപ്പോസിഷൻ ലീഡർ, അദ്ദേഹം നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പറയുന്നത് അടുത്ത ചീഫ് താങ്കളാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. ഈ പറയപ്പെട്ട കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ മെയ് മാസം 3-ാം തീയതി വീഡിയോ ഒക്കെ പുറത്തു വിട്ടിട്ട് കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുകയായിരുന്നെങ്കിൽ സമൂഹത്തിലൊരു മാന്യത ലഭിച്ചേനെ. ഇന്ന് ഇത്രയും ആളുകൾ വർത്തമാനം പറയുന്നുണ്ടല്ലോ, ഈ വർത്തമാനമൊന്നും അന്നേരം പറയില്ല. നേരത്തെ കാലത്തെ പറയുന്നു, കോൺഫിഡൻസോടുകൂടി അത് പബ്ലിഷ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ ചിന്തിക്കും. എന്നാലും നമ്മൾ വിശ്വസിക്കില്ല. കാരണം പറഞ്ഞയാളെ നമ്മൾ വിവേചിക്കും. പറഞ്ഞയാളെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്ന വളരെ പതിഞ്ഞ സ്വരത്തിലാണ്. ഇത്രയും സൗമ്യനായ മനുഷ്യൻ ഉലകത്തിലുണ്ടോ എന്നോർത്ത് നമ്മൾ ഞെട്ടിപ്പോവും. എൻ്റെ ദൈവമേ, ഈ മനുഷ്യനെക്കുറിച്ചാണോ ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഇൻ്റർവ്യൂ നടത്തുന്ന പുള്ളി പല കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. മുൻകാല പ്രവചനങ്ങളെക്കുറിച്ച്, നടപ്പാകാതെ പോയത്, നടന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നടത്തിയ പുള്ളി മനഃപൂർവ്വം അത് ചോദിച്ചില്ല. അങ്ങയുടെ പേരിൽ പ്രചരിക്കുന്ന ആ ഓഡിയോ ക്ലിപ്പുകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചായിരുന്നെങ്കിൽ പുള്ളി കസേരയിൽ ചാടി എഴുന്നേറ്റ് ഓടിയനെ ചിലപ്പോൾ. അങ്ങയുടെ പേരിൽ പ്രവചിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളും അതുപോലെ മറ്റ് ചാറ്റുകളെ കുറിച്ചും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുക ഇങ്ങനെ പൊങ്ങി വരും, പുകഞ്ഞു പോകുന്നു, അത്ര തന്നെ. അങ്ങനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഈ പറയപ്പെട്ട പ്രവാചകനെ നാളുകളായി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. അദ്ദേഹം വ്യക്തിപരമായി നമുക്ക് ആർക്കും ഒരു ദോഷം ചെയ്തിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഉൾക്കൊള്ളാത്തതും അദ്ദേഹത്തോട് വിയോജിക്കുന്നതുമായ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ വെച്ചിട്ടാണ് വിയോജിക്കുന്നത്. പല പല കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഈ പറയപ്പെട്ട ഇൻ്റർവ്യൂവിലൂടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ 90-95% പെന്തക്കോസ്തുകാരും 2 കൈ നീട്ടി സ്വീകരിക്കും. ഒരു ചെറിയ കൂട്ടം സ്വീകരിക്കില്ലെന്നേ ഉള്ളൂ. അതിനകത്തെല്ലാം നമുക്ക് ഡൈജസ്റ്റ് ആകാത്ത ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടെന്നേ. ഡൈജസ്റ്റ് ആകാത്ത കാര്യങ്ങൾ. അതിൽ 1-2 കാര്യത്തെക്കുറിച്ച് ഞാൻ ഓടിച്ചു പറയാം. അതായത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പിതൃപുത്ര പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു, ഞാൻ ഒരു ദുരുപദേശവും പറഞ്ഞിട്ടില്ല, എല്ലാവരും ഞാൻ ദുരുപദേഷ്ടാവാണെന്ന് പറയുന്നു, ഏത് കാരണത്താലാണ് എന്ത് കാരണത്താലാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ പ്രവചനങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ആളുകൾ അങ്ങനെ പറയാൻ പരിശ്രമിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ തനിക്ക് തൻ്റെ പക്വതക്കുറവ് കൊണ്ടും മറ്റുമൊക്കെ സംഭവിച്ചിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് താൻ പറയുന്നുണ്ട്. അതെല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ, പക്വതക്കുറവ് ഉണ്ടാകുമല്ലോ. ആ സമയത്ത് എല്ലാ കാര്യങ്ങളും വീഡിയോകളിലൂടെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കണ്ട ആൾക്കാർ ആ വീഡിയോയുടെ ഭാഗങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിച്ചു. അത് കണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ ദുരുപദേഷ്ടാക്കന്മാരാണെന്നുള്ള നിലയിൽ ചിന്തിച്ചു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. നോക്കണം, ഏത് വിധത്തിലാണെങ്കിലും പബ്ലിക്കിലേക്ക് കാര്യങ്ങളെ വരുമ്പോൾ, ഇപ്പോൾ നമ്മളൊരു വീഡിയോയുടെ കട്ടിങ്ങാണ് കാണുന്നതെങ്കിലും അതിൻ്റെ മുഴുവൻ വീഡിയോയെക്കുറിച്ചൊരു അന്വേഷണം നടത്തും. അതിൻ്റെ നിജസ്ഥിതിയും സത്യസന്ധതയും മനസ്സിലാക്കണമല്ലോ. ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള സംഭാഷണ മധ്യത്തിൽ നമ്മൾ ചെറിയ വീഡിയോ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യപ്പെട്ടിട്ടാണ് പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട് കേട്ടോ. ഇങ്ങനെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസികളോട് പറയേണ്ട കാര്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ന്യായമായ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എത്രയേ ഉള്ളൂ, നമ്മുടെ വിശ്വാസികളെ ഒന്നും ഏതെങ്കിലും കൂട്ടിനകത്തിട്ടല്ല വളർക്കുന്നത്. അവർ വിശാലമായ ലോകത്താണ് ജീവിക്കുന്നത്, ഇൻ്റർനെറ്റ് ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരെയും സ്വാധീനിക്കും. ഗുണപരമായ കാര്യങ്ങളും ഗുണമില്ലാത്ത കാര്യങ്ങളും ഒക്കെ മനുഷ്യരെ സ്വാധീനിക്കും.
അതുകൊണ്ട് ഈ പറയപ്പെട്ട പ്രവാചകനാകട്ടെ, അവരുടെ ഗ്യാങ്ങിൽപ്പെട്ട പ്രവാചകന്മാരാകട്ടെ, ഇവരാരും വ്യക്തിപരമായി നമ്മളെ ഉപദ്രവിച്ചിട്ടില്ല. അവരോട് ആരോടും നമുക്ക് വെറുപ്പുമില്ല, വിദ്വേഷവും ഇല്ല, ഒന്നുമില്ല. പിന്നെ നമ്മുടെ വെപ്രാളം എന്താണെന്നറിയാവോ? നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണിൻ്റെ മുമ്പിൽ 24 മണിക്കൂർ ക്രൂശ് പ്രസംഗിക്കുന്നവരാണ്. ക്രൂശ് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെക്കുന്നവരാണ്. ക്രൂശിൻ്റെ മാർഗം ഇതാണ്: ഈ ലോകത്തിന് അനുരൂപരാകരുത്, ലോകത്തിൻ്റെ സ്നേഹിതനാകരുത്. അങ്ങനെ അനവധി കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം അവർ ഈ ലോകത്തിൻ്റെ സ്നേഹിതന്മാരും ഈ ലോകത്തിന് പല രീതിയിലും അനുരൂപന്മാരുമായി സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിലാണ് മേൽപ്പറയപ്പെട്ട പ്രവാചകൻ്റെ ഓഡിയോ കാതുകളിൽ വന്നത്. നടുങ്ങിപ്പോയി. അതെന്ത് അഭിഷേകത്തിലാണ് ആ സംസാരിക്കുന്നതെന്ന് ഓർത്ത് ഞെട്ടിപ്പോയി. അതിനിടയിൽ ട്രിവാൻഡ്രം എയർപോർട്ടിൽ അദ്ദേഹം സംസാരിക്കുന്ന മറ്റൊരു വീഡിയോ കണ്ടു. അവിടെയും വേണൊരു എക്സ്ക്യൂസ് ഉണ്ട് കേട്ടോ. ഒരു മനുഷ്യൻ്റെ ജഡത്തിലുള്ള പ്രതികരണം എന്നുള്ള നിലയിൽ അവിടെയുള്ള പബ്ലിക്കിനോട് വല്ലാത്ത ഭാഷയൊക്കെ സംസാരിക്കുന്നത് നോക്കണം. നമ്മളതെല്ലാം ബ്രാക്കറ്റിട്ട് വെക്കുകയാണ്. പോയിന്റ് നമ്പർ 1, പോയിന്റ് നമ്പർ 2 എന്ന് പറഞ്ഞ് ഇതെല്ലാം കൂടെ നമ്മൾ ടാലിയാക്കി നോക്കുമ്പോൾ ഒത്തുവരില്ല. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കുമ്പോൾ എങ്ങനെ കൂട്ടിയിട്ട് ശിഷ്ടം വരിക? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് അയക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടുകെട്ടുകൾ നമ്മൾ പരിശോധിക്കും. അവരുടെ കൂട്ടുകെട്ടുകൾ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേഷൻസ്, ഇതെല്ലാം നമ്മൾ ഒത്തുനോക്കും. അത് ഒത്തുനോക്കുമ്പോഴാണ് ഇവരാരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പണ്ട് ഷേക്സ്പിയർ പറഞ്ഞില്ലേ, നീ ആരെന്ന് പറയേണ്ട, നിൻ്റെ കൂട്ടുകാരൻ ആരാന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ അങ്ങനെ ഇവരുടെ ഫ്രണ്ട്സ് സർക്കിൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളല്ല ഇവരുടെ സർക്കിളിലുള്ളത്. വിശുദ്ധ ചിരിക്കാർ, വിശുദ്ധ ഛർദിക്കാർ, വിശുദ്ധ കൊരക്കാരോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഇവരെ ഒരു കൈയായിട്ടാണ് നിൽക്കുന്നത്. അതെങ്ങനെ പെന്തക്കോസ്തുകാർക്ക് അംഗീകരിക്കാൻ കഴിയും? പെന്തക്കോസ്തുകാർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഇദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നാമധേയ പെന്തക്കോസ്തുകാരനോട്, അതായത് പെന്തക്കോസ്തുകാരും ഞാനുമായിട്ട് എന്നെ ഈ അന്തരം എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് പുള്ളി പറയുന്നത്. ഇത് വലിയൊരു അന്തരമല്ലേ? വിശുദ്ധ ഛർദി, വിശുദ്ധ കൊര, ചിരി, പരിപാടി, ഈ വക ഏടാകൂടങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നയാളാണ് ഇദ്ദേഹം. അവരൊക്കെയായിട്ട് സഹവർത്തിത്വം ഉള്ളയാളാണ്. അവരുടെ ആത്മാവിൻ്റെ പങ്കാളിത്തം ഇദ്ദേഹത്തിലുണ്ടല്ലോ. പിന്നെ എങ്ങനെയാണ് ഒരു സത്യക്രിസ്ത്യാനി ഇവരെ അംഗീകരിക്കുന്നത്? അപ്പോൾ പെന്തക്കോസിലും ഇങ്ങനത്തെ കുഴപ്പങ്ങളില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടെന്നേ. പെന്തക്കോസിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ സഹോദരങ്ങളോട് പറയാം. ഈ പറയപ്പെട്ട സഹോദരൻ്റെ ആ ഇൻ്റർവ്യൂ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് കരവാളൂർ ദേശത്ത് നിന്നാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. അദ്ദേഹം പറയായിരുന്നു തൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ഒരു IPC ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലാണ് മുന്നോട്ട് വന്നത്. അവിടെ നിന്നാണ് താനെ കരവാളൂർ ശ്രീമാൻ സാമച്ചൻ അവറുകളുടെ അടുക്കൽ എത്തപ്പെട്ടതെന്ന്. അവിടെ മുതലാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ അതിന് പിറകിലൊരു ചരിത്രമുണ്ട് ഇദ്ദേഹത്തിന് മാത്രമല്ല, നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ വർത്തമാനം പറയുന്ന ഒത്തിരി പേരില്ലേ, അവരൊക്കെ മലയാളക്കരയിലെ അറിയപ്പെടുന്ന പെന്തക്കോസ്ത് സമൂഹത്തിലെ വിശ്വാസികളായിട്ടാണ് തുടങ്ങി വെച്ചത്. അവരുടെ തുടക്കമൊക്കെ അങ്ങനെയാണ്. അവരെയൊന്നും ആ നിലയിൽ പരിപോഷിപ്പിച്ച് വചനത്തിൽ വളർത്തി ആത്മാവിൽ നടത്താനായിട്ട് ഈ പറയപ്പെട്ട ഓർഗനൈസേഷനുകൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിപ്പോയത്. അപ്പോൾ വചനത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനത്തിലേക്കാണോ അവർ പോയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയപ്പെടുന്ന പെന്തക്കോസ്തിനകത്ത് ഈ പറയുന്ന പല കാര്യങ്ങളും കിട്ടുന്നില്ലെന്നേ അവർക്ക്. ആത്മനിറവിൽ ജീവിക്കാനും ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ സോക്കോൾഡ് പെന്തിക്കോസിനെ സംബന്ധിച്ച് ഒരു പാട്ട് പാടിയിട്ട് അതിൻ്റെ പുറകിൽ കടുക് പൊട്ടിക്കുന്ന പോലെ 1 മിനിറ്റ് 1.5 സെക്കൻഡ് 2 അന്യഭാഷ പറഞ്ഞ് പരിപാടി അവസാനിപ്പിക്കും. ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ അതിന് സമയം വേർതിരിക്കണം. അപ്പോൾ എല്ലാ സഭായോഗത്തിലും അത് പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ സഭായോഗത്തിൽ കൂടുതൽ സമയം ആത്മാവിലുള്ള ആരാധനയ്ക്ക് ഇടം കൊടുക്കണം. പെട്ടെന്ന് ഏതെങ്കിലും പെന്തക്കോസ് പാസ്റ്റർ ഇത് കേട്ട് കഴിഞ്ഞാൽ അയാൾ ഞെട്ടിപ്പോവും. എന്താ ഈ പറയുന്ന വചനത്തിനല്ലേ പ്രാധാന്യം? അത് സഭായോഗത്തിലല്ലെന്നേ. നിങ്ങൾ മറ്റ് ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ്സുകൾ വെക്കണം. എന്നിട്ട് മണിക്കൂറുകൾ ജനത്തെ വചനം പഠിപ്പിക്കണം. വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വചനത്തിൽ അവരെ ഉറപ്പിക്കണം. വചനത്തിൽ രസിക്കാൻ അവരെ അഭ്യസിപ്പിക്കണം. സഭായോഗത്തിനൊക്കെ വരുമ്പോൾ വിശുദ്ധന്മാർ ഒരുമിച്ചുകൂടി ദൈവസന്നിധിയിൽ ഒരു അർപ്പണത്തിന് വരികയാണ്. കഴിഞ്ഞ 6 ദിവസവും തങ്ങളെ തന്നെ ബലിപീഠത്തിൽ അർപ്പിച്ചിട്ട് 7-ാം ദിവസം അവർ ഒരുമിച്ച് ദൈവസന്നിധി വരികയാണ്. അവിടെ ഒരു ആർപ്പിൻ്റെ നിമിഷങ്ങളുണ്ട് അല്ലേ? ധ്യാനത്തോടെ അവർ കടന്നു വരികയാണ്. അപ്പോൾ അവരുടെ ധ്യാനത്തിൻ്റെ ഒടുവിൽ തീ കത്തും. പിന്നത്തേതിൽ അവർ നാവെടുത്ത് സംസാരിക്കും. അത് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദങ്ങളായിട്ട് മാറും.
അത് എത്ര മിനിറ്റ് എന്നൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയില്ല. മണിക്കൂറുകൾ ചിലപ്പോൾ സംഭവിക്കും. പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടിയും ഇട ഡ്യൂട്ടിയും ഒക്കെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് അങ്ങനെ മണിക്കൂറുകൾ ആത്മാവിൻ്റെ നദിയിൽ മുങ്ങിക്കിടക്കാൻ പറ്റുമോ? ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വേണമെങ്കിൽ മുങ്ങിക്കിടക്കാം. അതിലപ്പുറം കിടക്കാൻ സമയമുണ്ടോയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിനൊക്കെ ഞാൻ എന്ത് ഉത്തരം പറയാനാ? ഞാൻ പറയുന്നത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയോടുള്ള ബന്ധത്തിലേ ഈ പറയുന്നതൊക്കെ. മലയാളക്കരയിലെ പെന്തക്കോസ്തിന് സംഭവിച്ച അപജയം 2000-ൻ്റെ പുറകിലും 2000 ഉദിച്ചതിൻ്റെ ശേഷവും ആ ഒരു കാലഘട്ടത്തിലാണ് ഇത് വഴിയിൽ നിന്ന് വഴിമാറിപ്പോയത്. ജനത്തിൻ്റെ ഉള്ളിൽ ദാഹമുള്ളവരുണ്ട്. ആ തക്ക സമയത്താണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ശക്തി പ്രാപിച്ച് രംഗത്ത് വന്നത്. അവിടെ ആത്മനദി എന്നുള്ള പേരിൽ വ്യാജ നദികൾ ഒഴുകി. കൃപാവരങ്ങളെന്നുള്ള വ്യാജേനെ മറ്റാത്മാക്കൾ അഴിഞ്ഞാടി. തുവാല വലിച്ചെറിയുന്നു, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, കസേര എടുത്ത് ഓടുന്നു, ചാടുന്നു, മറിയുന്നു. അവിടെയൊക്കെ ഒരു ദൈവശക്തിയും ദൈവ സാന്നിധ്യമാണ് യൗവനക്കാർ ആഗ്രഹിച്ചത്. അവർ മിസ്ഗൈഡ് ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളത് അവരറിയുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ ദൈവശക്തിയും യഥാർത്ഥ ആ ഉണർവിൻ്റെ സാഹചര്യവും നമ്മൾ പറയുന്ന പെന്തക്കോസ്തിൽ അത് കാണിച്ചു കൊടുക്കണ്ടേ? അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആളുകൾ അങ്ങനെ പോയി. ഞാനൊരിക്കൽ നോർത്ത് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിൻ്റെ അങ്ങേ അറ്റത്ത് ഹരിദ്വാർ, ഋഷികേശ് ആ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഋഷികേശ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പിൽഗ്രിം സെൻ്ററാണ്. അവിടെ നമ്മളൊരു 1000 പേരെ എടുത്താൽ 500 പേരും ഫോറിനേഴ്സ് ആയിരിക്കും, 500 പേരെ തദ്ദേശീയരുണ്ടാവുള്ളൂ. ഇങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫോറിനേഴ്സ്, അവരോട് നമ്മൾ ഇടപെടണം. ചെറുപ്പക്കാരികളായ മദാമ്മമാരും സായിപ്പന്മാരും ഒക്കെ അവരുടെ തലയിലൊക്കെ ജട പിടിച്ച മുടി കണ്ടിട്ടുണ്ടോ നിങ്ങളങ്ങനെ? ഈ ജട വന്നിട്ടുള്ള അത്തരക്കാരൊക്കെ എന്തുമാത്രം ആളുകളാണെന്നറിയാവോ? അവരിൽ ബഹുഭൂരിപക്ഷം പേരും നല്ല ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ്. ഒരിക്കൽ ഞങ്ങൾ അവിടെ വെച്ച് ഒരു കനേഡിയൻ എഞ്ചിനീയറെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റോ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. അതൊന്നും അതിൻ്റെ നിലയിൽ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ റിയൽ ഗോഡിനെ കണ്ടെത്തി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഗോഡ്, അതാണ് റിയൽ ഗോഡ് എന്ന്, പവർഫുൾ ഗോഡ് എന്നാണ് പറയുന്നത്. അവിടെ ധാരാളം യോഗ സെൻറ്ററുകളുണ്ട്. ആ യോഗ സെൻറ്ററുകളിലൂടെ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന പവറുണ്ട്. ഞാൻ പറയുന്നില്ല എന്താണെന്നൊന്നും. അപ്പോൾ അങ്ങനെ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്ന പവറുണ്ട്. ആ പവർ അവരുടെ ശരീരത്തിലേക്ക് അവർ റിസീവ് ചെയ്യാണ്. അതിനുശേഷം സായിപ്പ് പറയുന്നതാണ് മൈറ്റി പവർ. ഇങ്ങനൊരു ദൈവത്തെ കണ്ടെത്താൻ താമസിച്ചു പോയില്ലോ എന്നാണ് പറയുന്നത്. സത്യക്രിസ്ത്യാനിത്വത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ആത്മാവായ ദൈവത്തെ എൻ്റെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയണം. ആ സാന്നിധ്യം, ആ സ്പർശനം ഞാൻ അറിയണം. ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ സ്പർശിക്കുന്ന പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കണം. നമ്മൾ എന്താ പറയുന്നത്? ദൈവം ആത്മാവാകുന്നു എന്നല്ലേ പറയുന്നത്? ഓക്കെ, ദൈവം ആത്മാവാണ്. എൻ്റെ ആത്മാവിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആത്മസാന്നിധ്യം, ഞാനാകുന്ന മന്ദിരത്തിൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ട് വരണം. ഞാൻ അന്യഭാഷ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അടുത്ത കാര്യമാണ്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? ഒരിക്കലെങ്കിലും ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിക്ക് ഇങ്ങനെ പറയപ്പെടുന്ന മറ്റാത്മാക്കളുടെ അടുക്കൽ പോയിരിക്കാനായിട്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അവർ മിസ്ഗൈഡ് ചെയ്യപ്പെടുകയാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടു. ഇതാണ് റിയൽ ഗോഡ് എന്നുള്ള രീതിയിൽ, അല്ലെ റിയൽ പവർ എന്നുള്ള രീതിയിൽ അവർ മിസ്ഗൈഡ് ചെയ്യപ്പെടുകയല്ലേ ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇടയിലുള്ള യൗവനക്കാർ. അവരുടെ ആ ആത്മദാഹം, വചനത്തോടുള്ള ദാഹമുണ്ട് അവർക്ക്. നമ്മൾ പറയുന്ന ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പുകളിലുള്ള യൗവനക്കാരൊക്കെ ആയ ആളുകൾ അവരെല്ലാം ദൈവനിഷേധികളായിട്ടോ വലിയ കൊള്ളക്കാരായിട്ടൊന്നും ആരും ചരിക്കണ്ട. അവർക്ക് വചനത്തിൻ്റെ അടിസ്ഥാനം ലഭിച്ചില്ലെന്നേ. അവരാ ട്രാക്കിലേക്ക് കറക്റ്റായിട്ട് അങ്ങ് വന്നില്ല. ശരിയായ ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആ ഒരു അടിത്തറ അവർക്ക് ലഭിച്ചില്ല. അതേസമയം വെളിയിൽ ഇവരെ സ്വീകരിക്കാൻ പാകത്തിന് കള്ളപ്രവാചകന്മാരും കള്ള അപ്പോസ്തലന്മാരൊക്കെ ഇങ്ങനെ നിൽക്കുക. ഇവർ അങ്ങനത്തെ കയത്തിലേക്ക് പോയി വീഴുകയാണ്. ഇവർ തിരിച്ചറിയുന്നില്ല. ഇവർ നോക്കുമ്പോൾ അതെല്ലാം ആത്മസാന്നിധ്യമല്ലേ? ആത്മസാന്നിധ്യമാണ്. അവിടെ പ്രവചനങ്ങളുണ്ട്, ഭാവി കാര്യങ്ങൾ പറയുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ യേശുക്രിസ്തു പറഞ്ഞ അടിസ്ഥാനപരമായ അനേക കാര്യങ്ങൾ ഇവരാരും പറയുന്നില്ല. ഇവർക്കാർക്കും അത് ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ് ശരിയായ സത്യം. നമ്മുടെ ഈ പറയപ്പെട്ട പ്രവാചകൻ ഇൻ്റർവ്യൂ നടത്തുന്ന ആളോട് പറയുന്നൊരു കാര്യമുണ്ട്.
അതായത് എന്നെ ആളുകൾ കൂടുതൽ തെറ്റിദ്ധരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ ഒരു സമയത്ത് ആഫ്രിക്കക്കാരുമായിട്ട് നന്നായിട്ട് സഹകരിച്ചിരുന്നു. അങ്ങനെ ആഫ്രിക്കക്കാരുമായി പലയിടത്ത് വെച്ച് സഹകരിച്ചിരുന്നു. ഒടുക്കം അതിലൊരു ആഫ്രിക്കക്കാരൻ കേരളത്തിൽ വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മീറ്റിംഗ് എറണാകുളത്ത് കണ്ടക്ട് ചെയ്തത് ഞാനാണ്. ആ മീറ്റിങ്ങിൽ അദ്ദേഹം ഒത്തിരി കാര്യങ്ങളെ പറഞ്ഞു. അദ്ദേഹത്തിന് താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തത് ഹോളിഡേ ഇൻ ഹോട്ടലിലാണ്. അങ്ങനെ ഹോളിഡേ ഇൻ ഹോട്ടലിൽ എറണാകുളത്തുള്ള ന്യൂ ജനറേഷൻ പെന്തിക്കോസിലെ പ്രസിദ്ധരായ ഒത്തിരി പേര് വന്ന കാര്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ പ്രസിദ്ധരായ 1-2 പേര് ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത്, അപ്പോൾ ആ സമയത്ത് ഈ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ടെലിവിഷൻ ഓൺ ചെയ്യുക, ഇപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു ഫ്ലാഷ് ന്യൂസ് വരും, ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരും. അതായത് അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി റിസൈൻ ചെയ്തിരിക്കുന്നു, ഏതൊരു ഉദ്യോഗത്തിൽ നിന്ന് അദ്ദേഹം റിസൈൻ ചെയ്തിരിക്കുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചാനലുകളിലെല്ലാം ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരികയാണ്, സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻറ്റോ അങ്ങനെ എന്തോ അഞ്ജു ബോബി ജോർജ് രാജിവെച്ചിരിക്കുന്നു, റിസൈൻ ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ്. നോക്കണം, 5 മിനിറ്റ് മുമ്പ് പ്രവാചകൻ പറഞ്ഞിട്ടിരിക്കുക, പറഞ്ഞതുപോലെ തന്നെ ടെലിവിഷനിൽ ആ കാര്യം വന്നു. അപ്പോൾ നമ്മളതിനെ ഉറപ്പിക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. എന്താ ഈ പറയുന്നത്? പറഞ്ഞ കാര്യം ഒത്തുവന്നില്ലേ, പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ദിവസത്തെ സഭായോഗത്തിൽ അദ്ദേഹം ഞങ്ങളുടെ കൂടെ അടൂർക്കും വന്നു എന്നുള്ളതാണ് പറയുന്നത്. സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവാചകൻ പറയുകയാണ് 5 മിനിറ്റ് കഴിഞ്ഞ് അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന ആ സഹോദരി റിസൈൻ ചെയ്യുമെന്ന് പറയുന്ന ആ കാര്യം ടെലിവിഷൻ ചാനലിലൂടെ വരുമ്പോൾ നമ്മൾ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമെന്നല്ലേ ചോദിക്കുന്നത്. റിസൈൻ ചെയ്ത് 10-15 മിനിറ്റ് പുറകിലായിരിക്കും. അത് ന്യൂസ് ചാനലുകാരെ അറിഞ്ഞ് കേട്ട് അവരുടെ ചാനലിലൂടെ ആ കാര്യങ്ങളെ ലോകക്കാരെ അറിയിച്ചു. അപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ കുറയാതെ അത് എടുത്തിട്ടുണ്ട് അതിനു വേണ്ടി ഒരു സമയം, അല്ലെ 15 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. അഞ്ജു ബോബി ജോർജ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടൊരു പേന എടുത്തങ്ങ് റിസൈൻ ലെറ്റർ എഴുതുമായിരുന്നോ? അങ്ങനെ റിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തൻ്റെ ഭർത്താവിനോടോ തൻ്റെ പ്രിയപ്പെട്ടവരോടോ കൂടിയാലോചന നടത്തില്ലേ? അത് മലയാള ഭാഷയിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഏതെങ്കിലും ഭാഷയിലായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. ഈ ഭാഷയെല്ലാം അറിയാവുന്ന പുള്ളിക്കാരൻ്റെ പേരാണ് സാത്താൻ എന്ന് പറയുന്നത്. പുള്ളിക്ക് എല്ലാ ഭാഷയും അറിയാം. അപ്പോൾ ഈ പറയപ്പെട്ട ഭാഷയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അത് കഴിഞ്ഞ് റിസൈൻ ലെറ്റർ എഴുതുന്നു. ഇതൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി എന്നെ കണ്ണടച്ചിരിക്കുകയാണോ? ധ്യാനത്തിലാണോ സാത്താൻ? പുള്ളി ഇതെല്ലാം കാണുന്നുണ്ടെന്നേ. ഇതെല്ലാം തക്ക സമയത്ത് തൻ്റെ ഏജൻറ്റിനെ അറിയിക്കുകയാണ്, ഇന്ന പുള്ളിക്കാർ റിസൈൻ ചെയ്തിരിക്കുന്നു, ആ വിവരം അവിടെ പറഞ്ഞോ, അവരുടെ എല്ലാ ഹൃദയത്തെ നിനക്ക് പോക്കറ്റിലിടാമെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അങ്ങനെ പറയാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയിപ്പിക്കാനല്ല പ്രവാചക ശുശ്രൂഷയ്ക്ക് ഒരുവനെ ആക്കി വെച്ചിരിക്കുന്നത്. അതിന് ഈ ആഫ്രിക്കക്കാരനും ഈ അടൂക്കാരനും ഒക്കെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 16 വരെ വായിച്ച് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഡേയിലെ അവരുടെ ചർച്ചിനോടുള്ള ബന്ധത്തിൽ അവിടുത്തെ ശുശ്രൂഷയിൽ പ്രവാചകൻ മാത്രം സ്റ്റേജിൽ നിന്ന് അദ്ദേഹം ശുശ്രൂഷിക്കുന്നു. പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞു വരികയാണ്. അപ്പോൾ ഓഡിയൻസിനോടുള്ള ബന്ധത്തിൽ അതിൽ ഏറ്റവും മുൻനിരയിൽ നമ്മൾ പറയുന്ന നമ്മുടെ പ്രവാചകൻ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് ആഫ്രിക്കക്കാരൻ, സിംബാബ്വേക്കാരനോ മറ്റോ, അദ്ദേഹം പറയുകയാണ്, അതായത് നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? നിശ്ചയമായും നിങ്ങളുടെ അഭിഷിക്തനായ നിങ്ങളുടെ ആത്മീയ പിതാവിൻ്റെ കാൽക്കൽ, നിങ്ങളുടെ കാതിലും കഴുത്തിലുള്ളത് നിങ്ങളുടെ എല്ലാം ഊരിക്കൊണ്ടുവന്ന് അവിടെ വെക്ക്, പേഴ്സ് എടുക്കൂ, അതിലുള്ളതൊക്കെ കൊണ്ടുവന്ന് കാൽക്കൽ വെക്കാൻ പറയുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്, എൻ്റെ വാക്കുകളല്ല. ഒന്നും പറയാൻ പറ്റുന്നതിന് മുമ്പ് ആളുകൾ ഓടിക്കൂടി. അപ്പോൾ തന്നെ തൻ്റെ ഉള്ളിലൊരു സന്ദേഹം ഉണ്ടായിരുന്നു, ഒരു ശരിയായ കാര്യമാണോ, കുഴപ്പമാവുമോ എന്നൊരു ചിന്ത തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. ആഫ്രിക്കക്കാരൻ ഇങ്ങനെ നിന്ന് കസറുന്നു, ജനമെല്ലാം തൻ്റെ ചുറ്റും ഓടിക്കൂടുന്നു, കാതിലെ കഴുത്തിലെ ഊരുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 4-ാം അധ്യായ പ്രകാരം ആളുകളെല്ലാം കാൽക്കീഴിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ തൻ്റെ കൂടെയുള്ള വിശ്വാസികൾക്ക് യാതൊരു ബോധമില്ലെന്നുള്ളതല്ലേ ഇതിൽ നിന്ന് തെളിയുന്നത്. അടിസ്ഥാനമില്ലെന്നുള്ളതിൻ്റെ തെളിവല്ലേ ആ പറഞ്ഞു വരുന്നത്. അടിസ്ഥാനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കക്കാരൻ ഊരാൻ പറഞ്ഞാൽ ഊരുവോ? ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും അന്റാർട്ടിക്കക്കാരനും കൂടെ ഒരുമിച്ച് വന്ന് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുകയാണെങ്കിൽ അവർ ഊരിക്കുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരിമാർ ആരെങ്കിലും ഊരുവോ? ഒറ്റ ഒരുത്തി ഊരില്ല. ഊരാനൊന്നും ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഊരുകയല്ലെന്നേ, പോക്കറ്റിലുള്ളത് എടുത്തോ, പേഴ്സ് എടുക്കൂ, കനമേറിയത് കൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെ ഒറ്റ ഒരാളും ചെയ്യില്ല. അതെന്നാ? വചനത്തിൽ വളർത്തണം ജനത്തെ, അടിസ്ഥാനം ഉണ്ടായിരിക്കണം. ഈ പറയപ്പെട്ട പുള്ളിയുടെ കൂടെയുള്ള ഒറ്റയൊരുത്തിന് അടിസ്ഥാനമില്ല, വചനത്തിൻ്റെ ABCD അറിയില്ല. അതുകൊണ്ടല്ലേ അവരുടെ ഉള്ളിൽ മോഹം ഗർഭം ധരിച്ചു. ഇരട്ടി കിട്ടുമെന്നാണ് കേട്ടത്.
നിങ്ങൾ കാൽക്കീഴിൽ കൊണ്ടുവന്ന് വെച്ചോ, അനുഗ്രഹം പ്രാപിച്ചോ, ഇരട്ടി മേടിച്ചോ. അപ്പോൾ അവരുടെ ഉള്ളിലെ ദ്രവ്യാഗ്രഹവും അത്യാഗ്രഹവും നിമിത്തമാണ് അങ്ങനെ വന്ന് ചെയ്തത്, അല്ലാതെ സുവിശേഷത്തെ സ്നേഹിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ. കാതലായ പോയിന്റ് പറയാം, ഇതൊന്നുമല്ല കാതലായ കാര്യം. ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ആ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ പോയി. പിന്നീട് ഞാൻ ആഫ്രിക്കക്കാരുമായിട്ടൊരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ലെന്ന്. അപ്പോൾ ഈ ശുശ്രൂഷകൾ യോഗ്യമാണെങ്കിൽ പിന്നീട് എന്തിനാണ് ആഫ്രിക്കക്കാരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചത്? ഇത് യോഗ്യമല്ലാത്തതുകൊണ്ടല്ലേ താങ്കൾ ബന്ധം വിച്ഛേദിച്ചത്? നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനെയാകട്ടോ. ഇത് യോഗ്യമല്ലായിരുന്നു ഈ കാര്യങ്ങൾ, അതുകൊണ്ട് ബന്ധം വിച്ഛേദിച്ചു, പിന്നീടൊരു കൂട്ടുകെട്ടിനും പോയില്ലെന്നുള്ളതാണ് ഞാൻ പഠിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് താൻ ആ സമയത്ത് ഒന്നും സംസാരിച്ചില്ല, കസേരയിൽ ചുമ്മാ അങ്ങനെ ഇരുന്നു, ജനം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ വചനത്തിൽ നമുക്കൊരു തെളിവ് കാണുന്ന അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ 1-ാം മിഷൻ യാത്രയിൽ ലുസ്രയിൽ വരികയാണ്. ലുസ്രയിൽ വന്ന ശുശ്രൂഷകൾ ഗംഭീരമായി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഒരു മുടന്തനായ മനുഷ്യന് സൗഖ്യം കൊടുക്കുകയാണ്. സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പട്ടണം ഇളകി മറിഞ്ഞ് എല്ലാം കൂടെ വരികയാണ്. പൗലോസിനും ബർണബാസിനും ബൂതനെന്നും ഇന്ദ്രനെന്നൊക്കെ പേരിട്ടുകൊണ്ടങ്ങ് വരികയാണ്. അവർക്ക് വേണ്ടി യാഗം കഴിക്കാൻ തുടങ്ങുന്നു. പൂമാലകളായിട്ട് വരുന്നു. ഇന്ദ്രക്ഷേത്രത്തിലെ ഹൈപ്രീസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ പൗലോസും ബർണബാസും ശരിക്കും സ്തബ്ധരായി പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ വന്ന് പൂമാലയൊക്കെ കഴുത്തിലിട്ടു, അങ്ങനെ വന്ന് അവർക്ക് വേണ്ടി യാഗം നടത്തി, അങ്ങനെ അവരെ ചില്ലുകൂട്ടി കയറ്റിയിരുത്തി. അങ്ങനെയാണോ? ആ സമയത്ത് അവർ സടകുടഞ്ഞ് എഴുന്നേറ്റില്ലേ? അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞു കൊടുത്തത്? വേഗം നീ ജനത്തെ തടുത്തോളാനല്ലേ പറഞ്ഞു കൊടുത്തത്. അവരെ തടുത്തെന്നാണ് നമ്മൾ വായിക്കുന്നത്. നിങ്ങളുടെ പൂമാലയും വേണ്ട, നിങ്ങളുടെ യാഗാർപ്പണവും വേണ്ട, ഒന്നും വേണ്ട, ദയവായി ജീവിക്കാൻ അനുവദിക്കൂ. അത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് തൻ്റെ വിശ്വാസികളെ തടുക്കാൻ മേലായിരുന്നോ? ഇദ്ദേഹത്തിന് ആ സമയത്ത് അവിടെ നിന്ന് ആ ആഫ്രിക്കക്കാരൻ പ്രവാചകനോട് പറയാൻ മേലായിരുന്നോ? സ്റ്റോപ്പ്! ഇദ്ദേഹം പ്രവാചകനല്ലേ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുള്ളവനല്ലേ? പരിശുദ്ധാത്മാവിൽ ഇദ്ദേഹത്തിന് പറയാൻ മേലെ എഴുന്നേറ്റ് നിന്നിട്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്, ഇവിടെ ഇത്തരം ശുശ്രൂഷകൾ വേണ്ട, ദൈവത്തിൻ്റെ ആത്മാവ് വിലക്കുന്നു, വചനപ്രകാരമല്ല ഈ കാര്യങ്ങൾ, ഇങ്ങനെയൊരു പരിപാടി വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യമുണ്ടോ? ആരെങ്കിലും മാലയും കമ്മിൽ ഊരിക്കൊണ്ട് വന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ വിശദമായി വിശദീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താ വായിച്ചെടുക്കേണ്ടത്? ഈ പറയപ്പെടുന്ന സഹോദരനോട് നമുക്കാരെങ്കിലും എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടോ? ഒരിക്കലുമില്ല. നമ്മളിത് കൂട്ടി വായിക്കുമ്പോൾ ഒക്കുന്നില്ലെന്നേ, കൂട്ടിമുട്ടുന്നില്ല. അടുത്തൊരു കാര്യം ഇൻ്റർവ്യൂക്കാരൻ ചോദിക്കുകയാണ്, അതായത് ജനം നിങ്ങളെ ദുരുപദേശകർ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നത്, അങ്ങനെ പറയാൻ ഇടയാകുന്നതിൻ്റെ കാരണം നിങ്ങൾ ഈ പ്രോസ്പെരിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ ജനം അങ്ങനെ പറയാൻ കാരണമെന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഈ പ്രവാചകൻ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: ശരിക്കും പറഞ്ഞാൽ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിലെല്ലാം പ്രോസ്പെരിറ്റിക്ക് വലിയ പ്രാധാന്യമുണ്ട്, എന്നാൽ ഞങ്ങളതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞങ്ങളൊരു ന്യൂട്രൽ സ്റ്റേജിലാണ് പോകുന്നത്. ഞങ്ങൾ പ്രോസ്പെരിറ്റി ഗോസ്പലും പ്രസംഗിക്കുന്നില്ല, പോവർട്ടി ഗോസ്പലും പറയുന്നില്ലെന്ന്. ഞങ്ങൾ പ്രോസ്പെരിറ്റി ഗോസ്പലും അല്ല പറയുന്നത്, പോവർട്ടി ഗോസ്പലും അല്ല പറയുന്നത്. ഞങ്ങളൊരു മിഡിലൂടെ ഇങ്ങനെ പോകാനാണ് പരിശ്രമിക്കുന്നതെന്ന്. ഈ വിഷയത്തെക്കുറിച്ച് സഹോദരങ്ങളെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി പോലും, ഒരു ശുശ്രൂഷകൻ പോലും ഇങ്ങനത്തെ വർത്തമാനം പറയില്ല. നമ്മളിന്ന് കാണുന്ന ന്യൂ ജനറേഷൻ പെന്തിക്കോസിലാകട്ടെ വലിയ പങ്ക് ആൾക്കാരും ഇങ്ങനെ സംസാരിക്കും. അവരൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിലല്ല ഈ കാര്യങ്ങളെ പറയുന്നത്, അശേഷം ഗൈഡൻസിലല്ല. അതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ബൈബിൾ പഠിക്കുന്ന ഒരു പുതിയനിയമ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഗോസ്പൽ ഇല്ല. പോവർട്ടി ഗോസ്പൽ എന്ന് പറയുന്ന അങ്ങനെ ഒരു ഗോസ്പൽ ഇല്ല. പിന്നെ എന്താ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ? ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ്, അല്ലാതെ എന്താ? സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവാണ് സുവിശേഷം. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ആ ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു നമ്മുടെ സുവിശേഷം. അപ്പോൾ അത് ആദിയോടന്തം നമ്മൾ പറയേണ്ടതുണ്ട്. മഹത്വത്തിൽ വസിച്ചവൻ വേഷാൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു. ബത്ലഹേം തൻ്റെ സൃഷ്ടിയായ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ചുരുങ്ങിയിറങ്ങി വന്നു. അവിടെ നിന്ന് താൻ സഞ്ചരിക്കുന്ന ഗലീല പ്രൊവിൻസിൽ മുഴുവനുമാണ്. ഒടുക്കം ഗലീലയിൽ നിന്ന് താൻ സഞ്ചരിച്ചു വരുന്നത് എങ്ങോട്ടാ? ഗോൽഗോഥായിലേക്കാണ്. ഇതെല്ലാം ചേർത്താണ് നമ്മൾ സുവിശേഷം പറയുന്നത്. ഗതസമന മുതൽ ഗോൽഗോഥ വരെ അതെല്ലാം വിശേഷപ്പെട്ട കാര്യങ്ങളല്ലേ.
അതെല്ലാം പറഞ്ഞു കൊണ്ടുവരുമ്പോഴാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുന്നത്. വിശുദ്ധ തിരുവഴുത്തുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നതിനനുസരിച്ച് അവൻ ഭൂജാതനായി, അവൻ ജീവിച്ചു, അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. അതെല്ലാം വിശുദ്ധ പ്രവാചകന്മാർ തുറന്നു കൊടുക്കണം, നിശ്ചയമായും തുറന്നു കൊടുക്കണം. അതാണ് സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രോസ്പെരിറ്റി എവിടെയാ, അതിനകത്ത് പോവർട്ടി എവിടെയാ? പിന്നെ പ്രോസ്പെരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്പിരിച്വൽ പ്രോസ്പെരിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്, ആത്മീയമായ അഭിവൃദ്ധിയിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നിശ്ചയമായും ആത്മീയ അഭിവൃദ്ധി വേണ്ടേ? ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതുണ്ട്, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയേണ്ടതുണ്ട്. ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ സെയിം ഇമേജിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. ദൈവവിഷയത്തിൽ സമ്പന്നരാകേണ്ടതുണ്ട്, വിശ്വാസ വിഷയത്തിൽ സമ്പന്നരാകേണ്ടതുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒറ്റ വാക്കിലാണ് നമ്മൾ പറയുന്നത് സ്പിരിച്വലായിട്ടുള്ള പ്രോസ്പെരിറ്റി, ആത്മീയമായ അഭിവൃദ്ധി എന്ന് പറയുന്നത്. അത് നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ, അല്ലാതെ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവിടെ പറയുന്നത്. അപ്പം ഞങ്ങളിതിന് രണ്ടിൻ്റെയും നടുവിലൂടെ ഒരു ബാലൻസിൽ കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ അതെന്ത് സുവിശേഷം? അത് ബാലൻസ് ചെയ്യുന്ന സുവിശേഷമോ? അപ്പോൾ അതെന്ത് സുവിശേഷ സഹോദരങ്ങളെ? ബാലൻസ് ചെയ്യുന്ന സുവിശേഷമോ? യേശു ക്രിസ്തുവിലേക്ക് വന്നാൽ വലിയ ധനാഢ്യനാവില്ല, വലിയ ദരിദ്രനും ആവില്ല, അങ്ങനെ ആയിരിക്കുമോ പറഞ്ഞു വരുന്നത്? യേശു ക്രിസ്തുവിലേക്ക് വരുന്നൊരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ധനവാനോ ദരിദ്രനോ എന്നുള്ളതിനൊക്കെ ഒരു വിശദീകരണം നമ്മൾ പറയാം, ഒരു വിശദീകരണം പിന്നാലെ പറയാം. അതായത് ഈ ഇൻ്റർവ്യൂ നടത്തുന്നയാൾ ഈ ക്വസ്റ്റിനോട് ചേർന്ന് പറഞ്ഞൊരു കാര്യമാണ്. പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹം അഡീഷണലായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് വേദപുസ്തകം തുറന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് അതിനകത്ത് എല്ലായിടത്തും എഴുതിയിരിക്കുന്നതെന്നാണ് ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ പറയുന്നത്. നോക്കണം, ഇവരുടെ എല്ലാം ഗുരുവായ ബാംഗ്ലൂരിലുള്ള പ്രായമുള്ള അച്ചായി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം നമ്മൾ പറഞ്ഞ് പൂരിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങൾ ശാപങ്ങളാണ്, അത് അനുഗ്രഹവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന കാര്യങ്ങളല്ല കഷ്ടങ്ങളെന്ന് പറയുന്നുണ്ട്. ഇവരുടെ എല്ലാം മുതിർന്ന ഗുരുവായ അദ്ദേഹം പറയുന്നതും ഈ പറയപ്പെട്ട ഇവരെല്ലാം പറയുന്നതുമായ കാര്യമാണ് അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഇവരുടെ ധാരണ. ആ ധാരണ പൊളിച്ചെഴുതേണ്ട ധാരണയാണ് സഹോദരങ്ങളെ. പെന്തക്കോസ് ലോകത്തെ വലിയ പങ്ക് ആൾക്കാരും ധരിക്കുന്ന ധാരണയാണത്. അത് വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അത് സ്പർശിക്കുന്നില്ല, അത് അടുത്ത ദിവസത്തെ മെസ്സേജുകളിൽ നമുക്ക് പറയാം. ഇത്തരം മണ്ടത്തരമാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും തലയിലിരിക്കുന്നത്. ഇവരെ അനുഗ്രഹം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിർമ്മലാ സീതാരാമൻ അച്ചടിച്ച് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആ 100 നോട്ടിനെയാണ് ഇവർ അനുഗ്രഹം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതിൻ്റെ വിശദീകരണം നമുക്ക് പിന്നാലെ പറയാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ? പ്രോസ്പെരിറ്റി ഗോസ്പലും പോവർട്ടി ഗോസ്പലും അങ്ങനത്തെ 2 തരം ഗോസ്പലൊന്നുമില്ല. ഗോസ്പൽ എന്ന് പറയുന്ന ഒരേ ഒരു ഗോസ്പലേ ഉള്ളൂ, തേജസ്സിൻ്റെ സുവിശേഷം. ആ സുവിശേഷം മാന്യം മര്യാദയ്ക്ക് ആളുകളെ ധരിപ്പിക്കുക, പറയുക. അതുപോലെ ശുശ്രൂഷകൻ്റെ കയ്യിൽ അളവ് നൂലും തൂക്കുകട്ടയും വേണം. അളവ് നൂലും തൂക്കുകട്ടയും കയ്യിലില്ലാത്ത ആൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അത് വല്ലാത്ത രീതിയിലായിരിക്കും. അപ്പം നമ്മളത് ആത്മാവിൽ കാണുകയാണ്, അളവ് നൂലും തൂക്കുകട്ടയും കയ്യിലുണ്ടോ എന്നുള്ളതൊക്കെ. ഈ സംഭാഷണങ്ങളിൽ നിന്നാണ് അവർ ആരെന്ന് നമ്മൾ പഠിക്കുന്നത്. അവരുടെ ബോധ്യങ്ങളാണ് ഈ സംഭാഷണങ്ങളിലൂടെ വെളിപ്പെട്ട് വരുന്നത്. സുവിശേഷത്തെക്കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ള മനുഷ്യരാണ് നമ്മൾ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആ വ്യക്തികളെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല. നമുക്കൊരു ഉത്തരവാദിത്വം ഉള്ളത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ്റ്റ് സമൂഹത്തോടാണ്. അതുകൊണ്ട് ആ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറയുന്നത്. നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ട് അവർക്കത് ദൂഷ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ ഇകഴ്ത്തി സംസാരിക്കുന്ന അല്ല, നമ്മൾ സ്നേഹത്തിൽ സത്യം സംസാരിക്കുകയാണ്. അവർക്ക് ഈ വചനത്തിൻ്റെ ആഴങ്ങൾ പഠിച്ച് യഥാർത്ഥ വഴിയിലൂടെ സഞ്ചരിക്കാം. അനുദിനം ക്രൂശ് എടുക്കുന്ന കാര്യം അവരും പ്രസംഗിക്കട്ടെ. നുകത്തിന് കീഴിലുള്ള ജീവിതത്തെക്കുറിച്ച് അവർ പഠിക്കട്ടെ, പറയട്ടെ. ഒരുവൻ എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ പ്രിയപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എനിക്ക് യോഗ്യനല്ലെന്നൊക്കെ വായിക്കുന്നില്ലേ? ഈ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണം. എന്നിട്ട് 100 നോട്ട് എടുത്ത് വെച്ചിട്ട്, അതായത് മാമോനുമായി ബന്ധപ്പെട്ട സാധനം ഈ 100 നോട്ടെന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണവർ ആഴത്തിൽ പഠിക്കണ്ടേ? അടുത്തൊരു പ്രധാന കാര്യം ഇതിനോട് ചേർത്ത് വെച്ച് പറയുന്ന കാര്യമാണ്. ഇവരെല്ലാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഇവരുടെ ആ ഒരു സംഘം വലിയൊരു സംഘമാണ്, വലിയൊരു സമൂഹമാണ്. ആ സമൂഹം ഒന്നടങ്കം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ധനസ്ഥിതി കുറവുള്ള ആളുകളൊക്കെ സാമ്പത്തികമായ ശാപത്തിന് കീഴിലാണെന്നുള്ളത്. സാമ്പത്തികമായ ശാപത്തിന് കീഴിലാണെന്നുള്ളതാണ്.
അതുപോലെ കഷ്ടനഷ്ടങ്ങൾ, രോഗങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകളൊക്കെ ശാപത്തിലാണെന്ന് തന്നെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ ഇടയിൽ ഏറ്റവും പ്രമുഖനായ നമ്മുടെ തങ്കുസ് സാറൊക്കെ അവിടെ ഇവിടങ്ങളിൽ ശാപവിമുക്തി ശുശ്രൂഷ വയ്ക്കുന്നത്. അതിനുശേഷം അവരുടെ ഇടയിലുള്ള ആളുകളൊക്കെ കോടീശ്വരന്മാരായി എന്നൊക്കെ അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്കറിയാൻ മേല കേട്ടോ, എനിക്കതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒത്തിരി കോടീശ്വരന്മാരൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വലിയ കോടീശ്വരൻ യൂസഫ് അലി, അതുപോലെ ജോയി ആലുക്കാസ്, ജോസ് ആലുക്കാസ്, രവി പിള്ള, ഇവരെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇവരുടെ കൂടെ കൂടി ശാപം മുറിഞ്ഞതിൻ്റെ പേരിൽ രവി പിള്ളേനെ മലർത്തിയടിച്ചു, യൂസഫ് അലിയെ പിന്തള്ളി എന്നൊന്നും ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടില്ല. ശാപം മുറിച്ചതിൻ്റെ പേരിൽ ഇതെല്ലാം വ്യാജമായ ഉപദേശങ്ങളും വ്യാജമായ കാര്യപരിപാടികളുമാണ്. അടുത്തൊരു കാര്യം, അപ്പോൾ ഇതിനോട് ചേർത്ത് തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ ന്യൂജൻ ഗ്രൂപ്പുകളെല്ലാം പണത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന ഗ്രൂപ്പുകളാണ്. പണത്തിന് തന്നെയാണ് ഇവരുടെ ഗ്രൂപ്പുകൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മുടെ വാത്സല്യ സഹോദരൻ അതിനകത്ത് പറയുന്നത്, ഞാൻ അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല, കുറവും ഞാൻ അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്നില്ല, പോവർട്ടി ഗോസ്പലിനും പ്രാധാന്യം കൊടുക്കുന്നില്ല, ഞാൻ മിഡിലിലൂടെ പോകുക എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ മൊത്തത്തിൽ നമ്മളെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഏത് കൂടിവരവ് എടുത്ത് നോക്കിക്കോ, ഇവരുടെ ന്യൂ ഇയർ പ്രോഗ്രാം എടുത്ത് നോക്കി, ഇവരുടെ എന്ത് പ്രോഗ്രാം എടുത്ത് നോക്കിയോ, അതിനകത്തെല്ലാം സാമ്പത്തിക ഔന്നത്യത്തെക്കുറിച്ചല്ലാതെ വേറെ കാര്യങ്ങൾ ഇവർ പറയുന്നില്ല. ഇവരിൽ നിന്ന് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു സന്ദേശം അതാണ് മൊത്തത്തിൽ കിട്ടുന്നത്. ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഇവർ കൊടുക്കുന്നത്. വചനത്തിൻ്റെ ആഴങ്ങളോ കാര്യങ്ങളോ ഗ്രഹിക്കാതെയാണ് ഇവർ പലതും പറയുന്നത്. അടുത്തതായിട്ട് ഇവർ ഇൻ്റർവ്യൂവിൻ്റെ ഒടുവിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളെല്ലാം ഒരുമിച്ച് കൂടാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, വൺസ് ഇൻ എ മന്ത് അല്ലേ 2 മാസം കൂടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ഒരുമിച്ച് കൂടി 1, 2, 3 ദിവസം പ്രാർത്ഥനയിലും ഒക്കെ ഇരിക്കും. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധരായവരുടെയൊക്കെ പേര് വിവരം നിങ്ങൾക്കൊക്കെ അറിയാം. അവരെല്ലാം ഒരുമിച്ച് കൂടാറുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരുമിച്ച് കൂടാറുണ്ട് എന്നുള്ളത് ഇദ്ദേഹം പറയുമ്പോൾ, ഈ പറയപ്പെട്ട ആളുകൾ കഴിഞ്ഞ നാളുകളിൽ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത അനേക കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ നേരിട്ട് കേട്ടിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അവരുടെ ആളുകൾ പറയുന്നത്. അതായത് 2 കൊരിന്ത്യർ ലേഖനം 8:9 ഇവരുടെ ആളുകൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? യേശുക്രിസ്തു നമ്മെ പണക്കാരനാക്കാൻ വന്നല്ലേ ഇവർ വ്യാഖ്യാനിക്കുന്നത്. ഇവരുടെ ഗ്രൂപ്പുകൾ എല്ലാവരും, ഒരു കൊച്ചു കുഞ്ഞു പോലും ഇല്ലാത്ത വണ്ണം എല്ലാവരും അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. യേശുക്രിസ്തു നമ്മെ പണക്കാരനാക്കാൻ വന്നു എന്ന്. അത്തരത്തിലുള്ള വാക്യങ്ങൾ എല്ലാം ഇവർ ആ രീതിയിലാണ് പരിഗണിക്കുന്നത്. ക്രിസ്തു നമ്മെ പണക്കാരനാക്കാൻ വന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മെൻഡറും ഗുരുനാഥനുമായ ശ്രീമാൻ തങ്കുസ് സാറ്, അദ്ദേഹം എന്താ പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മളത് കാണിച്ചു. ശ്രീമാൻ യോനാച്ചായൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ, യോനാച്ചായൻ ബഹുമാനായ ഒരു പിന്മാറ്റക്കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് എന്താ? മരിച്ചതിന് ശേഷം സ്വർഗ്ഗം എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 40 അടിയന്തരമൊക്കെ കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴേ പിന്മാറിപ്പോയതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സ്വീകരണമാണ് കിട്ടുന്നതെങ്കിൽ ഇവരെന്ത് സന്ദേശമാണ് ക്രൈസ്തവ ലോകത്തിന് കൊടുക്കുന്നത്? പെന്തക്കോസ്ത് ലോകത്തിന് ഇവരെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? പിന്മാറ്റം സാരമില്ല, തെറ്റായ ഉപദേശങ്ങളിലേക്കൊക്കെ പോയാലും കർത്താവ് നിന്നെ അവിടെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുമെന്നല്ലേ ഇവർ പറഞ്ഞു വരുന്നത്? അതെല്ലാം പരിശുദ്ധാത്മാവിലാണോ അപ്പോൾ ഇവർ പറയുന്നത്? നമ്മളങ്ങനെ വിശ്വസിക്കണോ? പെന്തക്കോസ്തും ഞങ്ങൾ തമ്മിൽ എന്നാ വ്യത്യാസം എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. പെന്തക്കോസ്റ്റിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുമോ പിന്മാറിപ്പോയാലും കർത്താവ് അവിടെ സ്വീകരിച്ചോളൂ എന്ന് ആരെങ്കിലും പറയുമോ? പിന്മാറ്റക്കാരനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് പെന്തക്കോസ്തുകാർക്ക് പറയാനുള്ളത്. തീക്കകത്തേക്ക് ഇടൂന്നുള്ളതാണ് പറയാനുള്ളത്. അതല്ലാതെ വേറെ ഒന്നും പറയാനുണ്ടോ? അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല അതിനകത്ത്. അപ്പോൾ ഇവർ ഉൾപ്പെട്ട് നിൽക്കുന്ന ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ സമൂഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. അവർക്ക് അടിസ്ഥാനമില്ല. അവരുടെ ഇടയിൽ ഏറ്റവും പ്രസിദ്ധനായ ആളാണ് എറണാകുളത്ത് പത്തടിപ്പാലത്തുള്ള ശ്രീമാൻ ദാമിയൻ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു വീഡിയോ നമ്മൾ കേട്ട് ഞെട്ടിപ്പോയി. അതായത് താങ്കൾക്ക് ഒരു ഡിന്നർ കഴിക്കാൻ ആരുടെയെങ്കിലും കൂടെ ഒരു അവസരം കിട്ടില്ല, ആരുടെ കൂടെയാണെന്ന് ചോദിച്ചപ്പോൾ പൗലോസിൻ്റെ കൂടെ ആയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. എന്നിട്ട് പൗലോസിനെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഈ പാസ്റ്റർമാരെ ഉപദ്രവിക്കാൻ ഈ ലേഖനമൊക്കെ എഴുതിയത്? ആർക്കും മനസ്സിലാകാത്ത ലേഖനം. പത്രോസ് പോലും നിങ്ങളെക്കുറിച്ച് അങ്ങനെയല്ലേ പറഞ്ഞത് എന്നൊക്കെയാണ് ആ വീഡിയോയിലൂടെ നമ്മൾ കേട്ടത്. തമാശ പറയുന്നതാണോ കാര്യമായിട്ട് പറയുന്നതാണോ? ഇനി തമാശ പറയേണ്ട വിഷയങ്ങൾ ഇങ്ങനത്തെയാണോ? സൗരങ്ങളെ അതൊക്കെ നടുക്കത്തോടെയല്ലേ കേൾക്കാൻ കഴിയുള്ളൂ. നമ്മൾ എത്ര ഭയഭക്തി ബഹുമാനാർത്ഥമാണ് ഈ കാര്യങ്ങളെയൊക്കെ ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ വിശുദ്ധ അപ്പസ്വലന്മാരെന്ന് പറയുമ്പോൾ തന്നെ എത്രയോ സ്നേഹാദരവുകളോടുകൂടിയാണ് നമ്മൾ അവരെ കാണുന്നത്. അവരെഴുത്തന്നിരിക്കുന്ന ലേഖനങ്ങളൊക്കെ ഊറ്റമുള്ള ലേഖനങ്ങളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെയൊക്കെ ഇവർ പുച്ഛിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്.
ഞാൻ എൻ്റെ വാക്കുകളെ ഈ പറയപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യവും കൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണേലും 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളിൽ എതിർക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ആ പറയപ്പെടുന്ന ആ കാര്യവും പഴയ നിയമത്തിലെ ഭാഗം കൂടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഷ്കിൻ്റെ ആത്മാവിനെ ദൈവം അനുവദിക്കും. ജനം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളേണ്ടതുണ്ട്. സത്യസുവിശേഷം കൈക്കൊണ്ട് യഥാർത്ഥ മാനസാന്തരാനുഭവത്തിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് ക്രൂശിൻ്റെ വഴിയിൽ സഞ്ചരിച്ച് അപ്പോസ്തലന്മാർ നമുക്ക് ഉപദേശിച്ചെന്ന ഉപദേശങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളെയും മുറുകെ പിടിച്ചുകൊണ്ട് അന്ത്യത്തോളം വിശ്വസ്തരായിരിക്കേണ്ടതുണ്ട്. പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവരെ ദൈവം താഴ്ത്തി പരിശോധിച്ചു. പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നിരിക്കുന്ന നമ്മയും താഴ്ത്തി പരിശോധിക്കും. നമ്മുടെ ഇടയിലും വിവിധങ്ങളായ ആത്മാക്കളെ ദൈവം അനുവദിക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് അവസരം കൊടുക്കും, പേര് വിളിക്കും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇഡ്ഡലിയാണോ ഉണ്ടാക്കി, ഇഡ്ഡലിക്ക് ചമ്മന്തിയാണോ അതേ സാമ്പാറാണോ, ഈ വക കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് വേണേൽ പറയിപ്പിക്കും. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ ചിലപ്പോൾ മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അല്പം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അഞ്ജു ബോബി ജോർജ് എന്ന് പറയുന്ന സഹോദരി റിസൈൻ ചെയ്യുന്ന കാര്യം 5 മിനിറ്റ് കഴിഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വരും, നിങ്ങൾ നോക്കിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ അതുപോലെ വന്നു. അതുപോലെ വന്നാലും അവരെ വിശ്വസിക്കരുത്. കാരണം അവർ സത്യസുവിശേഷം പറയുന്നവരല്ല, ക്രൂശിൻ്റെ മാർഗമല്ല അവർ പറയുന്നത്. ഈ ന്യൂ ജനറേഷൻ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ടോ? അവരുടെ ഇടയിലുള്ളൊരു പ്രമുഖൻ ഒരിക്കൽ പറഞ്ഞു തന്നെ, ഞങ്ങളൊരു ഗുമ്മിന് വേണ്ടിയാണ് പ്രവചിക്കുന്നതെന്ന് നോക്കിയാൽ നമ്മൾ കേട്ട് ഞെട്ടിപ്പോയി. എന്താ ഈ പറയുന്നത്? പ്രവചിക്കുന്ന ഗുമ്മിന് വേണ്ടിയാണെന്നൊക്കെയോ? അതൊരു പ്രയോഗമായിട്ട് തന്നെ ആ സമയത്ത് മാറി. അതൊക്കെ വെളിയിലുള്ള ആൾക്കാർ കേൾക്കുമ്പോൾ എന്താ ധരിക്കുന്നത്? ഇവരെല്ലാം പെന്തക്കോസ് എന്നുള്ള രീതിയിലല്ലേ പുറത്തുള്ളവർ കാണുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഇടയിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു പ്രമുഖൻ, ചുട്ട കോഴിയെ പറപ്പിക്കുന്നയാളാണ്. പുള്ളി ഒരു നായുടെ കൂടെ ഇരുന്ന്, നായ എന്ന് പറഞ്ഞാൽ പട്ടിയുടെ കൂടെ ഇരുന്ന് കർത്തൃമേശ എടുക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടില്ലേ? അതൊക്കെ എത്ര ഭയാനകമായ കാര്യമാണ്. മറ്റ് ഇതര ക്രൈസ്തവരൊക്കെ എത്ര ബഹുമാനത്തിലാണ് അവരുടെ ചടങ്ങായിക്കോട്ടെ, അവരുടെ ആചാരം എന്തു ആകട്ടെ, അതൊക്കെ അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ളവരെന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇവരിങ്ങനെ ചെയ്യുമ്പോൾ സമൂഹത്തിൽ എന്തുമാത്രം ഡാമേജാണ് നമുക്കുണ്ടാകുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാം ഞാൻ. ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പിലുള്ള ആളുകൾ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ സൊസൈറ്റിയിലില്ലേ? സമൂഹം അത് കാണുന്നില്ലേ? ആ കാരണത്താൽ പെന്തക്കോസ്ത് എന്ന് പറയുമ്പോൾ ആളുകൾ ഒരു അവമതിപ്പോടു കൂടിയാണ് കാണുന്നത്. അതിന് കാരണക്കാരാരാ? ഇവരല്ലേ. ഇവരുടെ ഇടയിലുള്ളൊരു യൗവനക്കാരൻ ഈ അടുത്ത സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഒരു ബെൽറ്റിനാൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഏതാണ്ടൊക്കെ പറയുന്നു. അവരെയൊക്കെ കോടീശ്വരന്മാരാക്കുന്നു, എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ്. അത് 1-2 വീഡിയോകളൊക്കെ അവരുടെ ശുശ്രൂഷയ്ക്കകത്തുള്ള കാര്യങ്ങളെ ഈ പുറത്തേക്ക് വരുന്നത് അവർ തന്നെ പ്രചരിപ്പിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരല്ലേ അപ്ലോഡ് ചെയ്യുന്നത്. ഈ പറയപ്പെട്ട വീഡിയോകളൊക്കെ ഇവിടുത്തെ ഓർത്തഡോക്സുകാരൊക്കെയാണ് അവരുടെ ചാനലുകളിലൂടെ പ്രസിദ്ധം ചെയ്യുന്നത്. അതൊക്കെ എന്തുമാത്രം ആളുകളാണ് കാണുന്നത്, എന്തുമാത്രം നാണക്കേടാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. ശരിക്കും നമുക്ക് നിർമ്മലമായ വചനം പ്രസംഗിച്ചാൽ പോരെ? കൃപാവരങ്ങൾ നമ്മുടെ മേലുണ്ടെങ്കിൽ ആ കൃപാവരങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിശ്ചയമായും അത് ചെയ്യാം. ഈ ആളുകളെ സമ്പത്തിലേക്ക് തിരിച്ചുവിടുന്ന, ലോകപരമായ ചിന്തകളിലേക്ക് തിരിച്ചുവിടുന്ന ഇത്തരം കാര്യങ്ങളല്ലേ ഇവരിൽ ബഹുഭൂരിപക്ഷം പേരും ചെയ്യുന്നത്. ഞാനീ പറഞ്ഞു വരുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതെല്ലാം പറയുമ്പോൾ പണ്ട് ദാനിയേൽ പറഞ്ഞ കാര്യമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞങ്ങൾ വികടമായി നടന്നു എന്ന് തന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദാനിയേൽ പറയുകയാണ്. അതുപോലെ തന്നെ തല താഴ്ത്തിക്കൊണ്ടേ നമുക്ക് പറയാൻ പറ്റൂ. ഇങ്ങനെ ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഉണ്ടായത് എങ്ങനെയാണ്? പെന്തക്കോസ്റ്റിൻ്റെ കണ്ണടഞ്ഞു പോയതുകൊണ്ടല്ലേ. പത്യോപദേശം പ്രസംഗിക്കാതെയും നിർമ്മലമായ സുവിശേഷം വിളമ്പാതെയും ആത്മാവിന് ഇടം കൊടുക്കാതെയും അങ്ങനെയൊക്കെയുള്ള വഴിയിലൂടെയൊക്കെ പോയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നോക്കണം, മലയാളി പെന്തിക്കോസിൻ്റെ നടുവിൽ പ്രവാചകന്മാരുണ്ടായിരുന്നെങ്കിൽ എഴുതപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമായി സീനിയർ പാസ്റ്റേഴ്സും നേതൃനിരയിലുള്ള ആളുകളൊക്കെ പോകുന്ന കാണുമ്പോൾ പ്രവാചക സ്വരം മുഴങ്ങിയില്ലല്ലോ. എവിടെയാണ് മുഴങ്ങിയത്? എന്താ എഴുതപ്പെട്ട കാര്യം? അതായത് നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് അവിടെ പരിഹരിക്കണം. വിജാതീയരായ ജഡ്ജസിൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് അങ്ങനത്തെ വ്യവഹാരങ്ങൾ ഉണ്ടാകരുത്. ഉണ്ടാകുന്നത് തന്നെ ഒരു പോരായ്മയാണ്. നിങ്ങൾ അവിടെ പറഞ്ഞു തീർക്കണം. അല്ല, നിങ്ങൾ നഷ്ടം സഹിക്കണം.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുമ്പോഴാണ് നമ്മളുടെ സമൂഹത്തിൽ നിന്ന് നൂറുകണക്കിന് കേസും കാര്യങ്ങളുമാണ് കച്ചേരിയിൽ കിടക്കുന്നത്. ഈ സമയത്തൊക്കെ എവിടെയാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ ചാട്ടുള്ളി പോലെ കടന്നു വരണ്ടേ? കടന്നു വന്ന് ഇവരുടെയൊക്കെ നേരെ കൈ ചൂണ്ടി പ്രവചിക്കണ്ടേ? നിങ്ങൾ കേസുകളിൽ രാജിയാകണം, കേസെല്ലാം പിൻവലിക്കണം, സഹോദരനോട് നിരന്നുകൊള്ളണം, അങ്ങനെ ആ ക്രിസ്തീയ സ്നേഹത്തിൽ, ഐക്യതയിൽ നിങ്ങൾ ഒരു ശരീരസ്ഥരാണെന്നുള്ള ബോധ്യത്തിൽ മുൻപോട്ട് പോകണം എന്ന് പറയണ്ടേ? അങ്ങനെ പറയുന്ന ഏത് പ്രവാചകനാണ് ഇവിടെയുള്ളത്? VD സതീശന് 100-ലധികം സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കുന്നതാണോ യഥാർത്ഥ പ്രവചനം? ദൈവസഭയെ വചനത്തിലേക്കും ഉപദേശത്തിലേക്കും മടക്കി കൊണ്ടുവരുന്നതല്ലേ യഥാർത്ഥ പ്രവാചകന്റെ ലക്ഷണം? ദൈവസഭയെ വചനത്തിലേക്കും ഉപദേശത്തിലേക്കും മടക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥ പ്രവാചകന്റെ ലക്ഷണം. അല്ലാതെ ഈ ലോകത്തിലെ കാര്യങ്ങൾ പറയുന്നതല്ല ദൈവത്തിൻ്റെ പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത്. ദൗത്യം എന്താ? ദൗത്യം ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അതാണ് പുതിയ നിയമ പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് ബോധമുള്ള എത്ര പ്രവാചകന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഈ പറയപ്പെട്ടവർക്ക് ആരെങ്കിലും ഈ വക കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഒരു ബോധ്യവുമില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കിയാണ്. ഈ പറയപ്പെടുന്ന ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളെ എല്ലാം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്. അവരുടെ ഇടപാടുകൾ, രീതികൾ, കാര്യങ്ങളൊക്കെ അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ഇവർ ട്രാക്കിലല്ലെന്ന്. പക്ഷേ അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം പറയാം. ഈ കാണുന്ന ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തും ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന പെന്തിക്കോസ്തും ഇതെല്ലാം ഒന്നായി ലയിച്ചു ചേരാൻ വലിയ കാലതാമസം ഇല്ലെന്നുള്ള കാര്യവും കൂടെ കേട്ടുകൊണ്ട് സഹോദരങ്ങൾ പിരിഞ്ഞു. അപ്പോൾ നമ്മളും ആ കൂടെ ലയിച്ചു ചേരണമെന്ന് ചോദിച്ചാൽ ലയിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിച്ചോ. പൗലോസ് പറഞ്ഞതുപോലെ ഒരു നാഴിക പോലും ഞങ്ങൾ ലയിക്കില്ല എന്ന് പറയാൻ പ്ലാനുള്ളവർ അങ്ങനെ പറയാം, അല്ലാത്തവർക്കെല്ലാം ഇവരുടെ കൂട്ടത്തിൽ ലയിക്കാം. ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മുടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പ്രവാചകനോട് ചോദിക്കുകയായിരുന്നു, അതായത് ഇവിടുത്തെ പെന്തക്കോസ്റ്റ് സമൂഹത്തിലെ അതിൻ്റെ ലീഡർഷിപ്പിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ആളുകളുമായിട്ടൊക്കെ ബന്ധപ്പെടാറുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയായിരുന്നു, എല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്, അവരെല്ലാം എന്നെ വിളിക്കുകയും ബന്ധപ്പെടുകയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനായിട്ട് അവർക്കൊരു ഉദരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ വെട്ടപ്പെട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പ്രവാചകൻ്റെ വാക്കിനെ മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ, അത് അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ, അദ്ദേഹം ആ പറയുന്നതിനകത്തൊരു സങ്കടമില്ലേ സഹോദരങ്ങളെ? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും പ്രവചനവും ഒക്കെ പെന്തക്കോസിൻ്റെ ഏറ്റവും വലിയ ലീഡർമാർക്ക് എല്ലാവർക്കും വേണം. പക്ഷേ പുള്ളിയെ വിളിച്ച് ജനറൽ കൺവെൻഷനിലൊന്നും പ്രസംഗിപ്പിക്കില്ല, ഉണർവ് യോഗങ്ങളിൽ പുള്ളിയെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നില്ല. എന്താണ് അടൂരുള്ള പ്രവാചകൻ ഇവരൊരു അയിത്തം കൽപ്പിച്ചിരിക്കുന്നത്? ഒരു തൊട്ടുകൂടായ്മ, ഒരു തീണ്ടൽ എന്താണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം യഥാർത്ഥ പരിശുദ്ധാത്മാവിലാണ്, സത്യസന്ധമായ ശുശ്രൂഷയാണെങ്കിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രധാനപ്പെട്ട യോഗത്തിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? IPCയുടെ, ഷാരോൻ്റെ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ വിളിക്കുന്നില്ല? എല്ലാവരും ഇരുട്ടത്ത് തലയെ തുണിയിട്ടുകൊണ്ട് വന്ന് ആരും കാണാതെ ഇദ്ദേഹത്തിൽ നിന്ന് പ്രവചനവും ശുശ്രൂഷകളൊക്കെ അനുഭവിച്ചിട്ട് പോകുന്നു. അത് മര്യാദയാണോ? പെന്തക്കോസിൻ്റെ ലീഡർമാരെ നിങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഈ സഹോദരനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? സത്യസന്ധമായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെ നിങ്ങൾ അപമാനിക്കുകയല്ലേ ശരിക്കും? നിങ്ങൾക്ക് എന്തുകൊണ്ട് പബ്ലിക്കായിട്ട് പറഞ്ഞുകൂടാ? ആ സഹോദരൻ പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷിക്കുന്നത്. പെന്തക്കോസ്റ്റ് ലോകം അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അദ്ദേഹം എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിലാണെന്ന് പറയണ്ടേ അവർ ഒന്നും പറയുന്നില്ലെന്ന് ഓർക്കണം. അത് ആ സഹോദരനെ കൊച്ചാക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന സീനിയർ പാസ്റ്റർമാരാണെങ്കിൽ അവർ ആ സഹോദരനോട് ഇങ്ങനെ പെരുമാറുമോ? ആ സഹോദരൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുന്നവനാണെങ്കിൽ അവനെയും അവൻ്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്? കത്തോലിക്കരോ ഓർത്തഡോക്സുകാരോ അദ്ദേഹത്തെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പോട്ടെ എന്നൊക്കെ അവരുടെ അറിവില്ലായ്മയാണെന്ന് വിചാരിക്കാം. എല്ലാ അറിവുള്ള, എല്ലാം അരച്ച് കലക്കി കുടിച്ചിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പാസ്റ്റർമാർ ഇരുട്ടത്ത് തലയെ തുണിയിട്ടുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ അടുക്ക് വരേണ്ടത്? നെഞ്ചു വിരിച്ച് പട്ടാപ്പകൽ വരണം. പട്ടാപ്പകൽ വന്നിട്ട് പ്രവാചക സുഖമാണോ, പ്രാർത്ഥിക്കൂ, ഞങ്ങൾക്ക് വേണ്ടി പ്രവചിക്കൂ, ഈ തവണത്തെ ഇലക്ഷനിൽ ഞങ്ങളുടെ പാനൽ ജയിക്കുമോ ഇല്ലയോ പറയൂ, അങ്ങനെയൊക്കെ ഒന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? അങ്ങനെ ചെയ്യണം. ഇപ്പം എന്തിനാ ഇത് ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? വരും ദിവസങ്ങളിൽ ഇതെല്ലാം ഒന്നായി തീരുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും മാറി നിന്നിട്ട് എന്നെ കൊഞ്ഞനം കുത്തരുത്. പെന്തക്കോസിന് വേണ്ടി വലിയ വർത്തമാനം പറഞ്ഞതല്ലേ സജി പാസ്റ്റർ, ഇപ്പോൾ താങ്കൾ ഒറ്റപ്പെട്ടു പോയില്ലേ, അവരെല്ലാം ഒന്നായി തീർന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിന്ന് പ്രവചന സ്വരത്തിലല്ലേ പറയുന്നത്?
ആ പ്രവാചകനേക്കാളും അപ്പുറമുള്ള പ്രവചനമാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഒന്നായി തീരുമെന്നുള്ളത്. ഒന്നായി തീരും, നോക്കിക്കോ. വരുംകാലത്ത് ഇതെല്ലാം ഒന്നായി തീരും. നമ്മുടെ ബഹുമാനപ്പെട്ട സാറിന് മനസ്സിലായില്ലേ? സാറ് കുമ്പനാട് പ്രസംഗിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് വന്ന് അവിടെ പ്രസംഗിക്കും. അതുപോലെ അച്ചായന്മാരും ചാറുമാരെല്ലാം വന്ന് അവിടെ ഇവിടങ്ങളിലെല്ലാം പ്രസംഗിക്കും. ഇവരെന്തിനാണ് ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസെന്നൊക്കെ പറയുന്നത്? എന്തിനാ? ഇതെല്ലാം ഒന്നല്ലേ? ഇവരെല്ലാം ഒരേ കാര്യമാണ് പ്രസംഗിക്കുന്നത്, ഒരേ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരില്ലെന്ന് ചോദിച്ചാൽ നിശ്ചയമായും ഉണ്ട്. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ട്. അവരെയാണ് നമ്മളൊരു ശേഷിപ്പെന്ന് വിളിക്കുന്നത്. നമ്മൾ ആ ശേഷിപ്പിലുള്ള ആൾക്കാരാണ്. നമ്മിൽ എത്ര പേര് ഉറച്ചു നിൽക്കുമെന്നുള്ളത് വരും കാലത്ത് വലിയ ചോദ്യമാണ്. ആ ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.